നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനമാണ് നമ്മെ സൗഖ്യമാക്കുന്നത്, നമ്മുടെ കേടുപാടുകൾ പോക്കുന്നത്, നമ്മെ ശുദ്ധീകരിക്കുന്നത്, നാം അവന്റെ ഉദ്ദേശം പോലെ നമ്മെ ആക്കി തീർക്കുന്നത് ഒക്കെ വചനമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം രാത്രി ദൈവവചനത്തിൽ നിന്ന് പഠിക്കുകയായിരുന്നു. നിശ്ചയമായിട്ടും ഒരു ബിബ്ലിക്കൽ പേരന്റിംഗ് എങ്ങനെയാണ് ദൈവം തന്റെ തിരുഹൃദയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്രകാരം നാം പാകപ്പെടുത്തി അവർ അർപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവോ അത് നമ്മുടെ ധാരാളം ദൈവവചന ഭാഗങ്ങളിലൂടെ പരിശോധിച്ച് കടന്നുപോയി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചില ഷീറ്റുകൾ ഒരു ഔട്ട്ലൈൻ ഇതിനെ സംബന്ധിക്കുന്ന കൊടുത്തിട്ടുണ്ട്. ഇന്നും ചില ഷീറ്റുകൾ പുതിയതായിട്ട് കൊടുക്കുകയാണ്. ഇന്നലെ വരാത്തവരെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരു സങ്കടമുണ്ട്. കാരണം അവർക്ക് വേണ്ടവണ്ണം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മനസ്സിലാക്കി പോകാനായിട്ട് സാധിക്കുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം 1 മണിക്കൂർ സമയം മാത്രമാണ് മുന്നിലുള്ളത്. വീണ്ടും ഒരു ക്ലാസ് കൂടി എടുത്താലേ തീരൂ. ഞാൻ രാവിലെ എന്റെ നോട്ടെല്ലാം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ക്ലാസ് കൂടി വേണ്ടി വരും. നിങ്ങൾ ഇന്നത് മനസ്സിലാക്കിയോ ഇന്നലെ മനസ്സിലാക്കിയോ എന്ന് മനസ്സിലാക്കുന്നവർ ഒരു വില കൂടി കൊടുത്ത് അത് പൂർത്തീകരിച്ചാൽ നന്ന് എന്ന് ഞാൻ ഓർപ്പിക്കുക. നമുക്ക് ആമുഖങ്ങൾ അധികം ഇല്ലാതെ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ചാണ് നമ്മൾ ഇന്നലെ പഠിച്ചു തുടങ്ങിയത്. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമാക്കി സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ അതിന്റെ 27, 28 വാക്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാ ഭൗതിക പ്രാപഞ്ചിക ക്രമീകരണങ്ങളും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ആദ്യമായി മനുഷ്യനെ 2 കരങ്ങൾ ഉയർത്തി ദൈവം അനുഗ്രഹിക്കുന്ന ഭാഗമാണ് നമ്മൾ തുടങ്ങുന്നത്. 28-ാം വാക്യത്തിൽ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം അവരെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽ നാം ദൈവത്തിന്റെ അനുഗ്രഹകരത്തിന്റെ കീഴിലാണ്. നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുവാനും പഠിക്കുവാനും പോകുന്ന വിഷയത്തോട് ബന്ധപ്പെടുത്തി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ കരം ഭൗതികമായി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിനുപരി ദൈവം നമ്മെ മനസ്സിലാക്കുവാനാണ് ശ്രമിക്കുന്നത്. തന്റെ വചനം നാം ഏറ്റെടുക്കുന്നതോളം അത് അനുഗ്രഹമായി തീരുന്നു എന്നുള്ളതാണ്. അവൻ തന്റെ വചനത്തിന്മേൽ തന്റെ കൈ വിരിച്ചിങ്ങനെ പിടിച്ചിരിക്കുക. കുഞ്ഞുങ്ങളെ എപ്രകാരം വളർത്തണമെന്ന് അവന്റെ ദിവ്യ ഹൃദയം ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹത്തോട് നാം പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് ആമേൻ എന്ന് പറയുന്നെങ്കിൽ ആ കരം ഇങ്ങനെ വിരിഞ്ഞ് തന്നെ നമ്മുടെ മേൽ കവിഴ്ന്നു നിൽക്കും. അതിൽ നിന്നും അനുഗ്രഹ സ്പർശം, അനുഗ്രഹ രശ്മികൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടിരിക്കും. ഒരു തടസ്സവും ഇല്ലാതെ ഈ കാര്യം സാധിച്ചെടുക്കും. ഈ വിഷയം പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇത് സാർവ ലൗകിക ഇന്ന് ക്രിസ്ത്യൻ സ്പിയറില് ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തില് വളരെ ആവശ്യവും ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാരണമാണ്. കാരണം നമുക്കറിയാം ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാനും ഭൂമിയിലെങ്ങ് നിറഞ്ഞ് ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും ഭൂമിയിലെ സർവ്വ ക്രമീകരണങ്ങളെയും അടക്കി വാഴുവാനുമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ദൈവമക്കളാണോ ഭൂമിയെ അടക്കി അതിന്മേൽ വാഴുന്നത്? സാത്താൻ ജയാളിയായിരിക്കുക. കാരണം എന്താണ്? ദൈവവചന പ്രമാണങ്ങൾക്കപ്പുറത്ത് മാനുഷിക കൽപ്പനകൾക്കും മനുഷ്യന്റെ ബുദ്ധിക്ക് വിളങ്ങുന്നതായിട്ടുള്ള ഭൗതിക നിയമങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനങ്ങൾക്കും ഒക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതിലുപരി കൾച്ചറിനാണ്. ഏത് സാംസ്കാരിക നിലവാരത്തിലാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് കീഴ്പ്പെട്ടു പോകാനാണ് വിശ്വാസികൾക്ക് പോലും പലപ്പോഴും താല്പര്യം. ഇവിടെ ദൈവത്തിന്റെ അനുഗ്രഹകരത്തിന്റെ കീഴിൽ നിന്നും ആളുകൾ വ്യതിചലിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കാം, നമ്മൾ ഏത് നിലയിൽ അനുസരിക്കുന്നുവോ ആ നിലയിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടുള്ളൂ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് വേണ്ടി വീര്യപ്രവൃത്തികൾ ചെയ്ത അനേകം വീരന്മാരുണ്ട്. നമ്മുടെ ദിവസേന അവരെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യാം. പക്ഷേ എത്ര വീരന്മാരുടെ മക്കൾ ഗുണപ്പെട്ടു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വലിയ വീരപുരുഷന്മാര് കർത്താവിന് വേണ്ടി വലിയ യുദ്ധങ്ങൾ ചെയ്തു, രാജ്യങ്ങളെ അടക്കി വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതറിയാം. വലിയ മിനിസ്ട്രി ചെയ്തവർക്കും. പക്ഷേ മിനിസ്ട്രി നടന്നു. ആര് പരാജയപ്പെട്ടു? കുഞ്ഞുങ്ങൾ. നമുക്കറിയാം, വീരനായ യോശുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ
സേവിച്ചതായിട്ട് കാണുന്നു, കാര്യമായിട്ട് സേവിച്ചതായിട്ടുള്ള കാണുന്നു. ദാവീദ് രാജാവ് അനേക യുദ്ധങ്ങൾ ചെയ്തു, രാജ്യങ്ങളെ അടക്കി, കർത്താവിന് വേണ്ടി ഒരു ആലയ സാമഗ്രികൾ ഒരുക്കി, ഒരു മകനെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. പക്ഷെ ഗുണപ്പെട്ടു. അവൻ ആലയം പറഞ്ഞിരിക്കും, ഉണ്ടാക്കിയ സാധനം കൂട്ടി ആലയം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവിടുന്ന് പരാജയമാകാൻ, കാരണം ദൈവം അവനോട് വ്യക്തമായി പറഞ്ഞ കൽപ്പനകളെ എന്ത് ചെയ്തു? ശലേമോൻ ലംഘിച്ചു. അനുസരിക്കുവാൻ മക്കളെ പഠിപ്പിച്ചില്ല. ദാവീദിന്റെ ഒരു മക്കളും അനുസരിച്ചോ? എല്ലാവരും തല്ലുകാരും കൊല്ലുകാരും ഓട്ടക്കാരും ജഡീകന്മാരും ഒക്കെയായിരുന്നു. എന്താ കാര്യം? ദൈവം അവരോട് കൽപ്പിച്ചത് അവർ ശ്രദ്ധിച്ചില്ല. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു, അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്തിനാണ് അബ്രഹാം എന്ന് പറഞ്ഞ വലിയ മനുഷ്യനെ വിളിച്ചത്? വിശ്വാസവീരനായി ലോകത്തിൽ വിശ്വാസ മാർഗത്തിന്റെ തലതൊട്ടപ്പനായി നിൽക്കുവാനായിട്ട് കർത്താവ് അഭിഷേകം ചെയ്ത് വേർതിരിച്ച് മാറ്റി നിർത്തിയ അബ്രഹാം എന്തിനാണ് വിളിക്കപ്പെട്ടതെന്ന് ബൈബിൾ പരിശോധിച്ചാൽ എന്തിനാണ് വിളിക്കപ്പെട്ടത്? നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യം ഇന്ന് പുതിയ കേൾവിക്കാർക്ക് വേണ്ടി ഒന്നുകൂടി വായിക്കാം. വായിച്ചുകൊണ്ട് വേഗത്തിൽ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കണം. പല കാര്യവും കാനാൻ കീഴടക്കുന്ന കാര്യവും പ്രശ്നങ്ങളും ഒക്കെ കാണും. ഇനി മഷിക വരെയുള്ള കാര്യങ്ങളതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ നോക്കുക, ഒറ്റ വായനയിൽ അത് മനസ്സിലാവും. എന്തായിരുന്നു അബ്രഹാമിനെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എന്താണ്? അവരെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ അവരെ അഭ്യസിപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് വിളിച്ചത്. അവന്റെ കുഞ്ഞുങ്ങളെന്നുള്ളതിലുപരി അവന്റെ പിമ്പുള്ള ആ തലമുറ കുഞ്ഞുങ്ങളെ നേരായി വളർത്തിയാൽ ആ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്തോളൂ? നേരായി വളർത്തും. ആ കുഞ്ഞുങ്ങൾ എന്തുള്ളൂ? അവരുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യം നിവൃത്തിയാകും. ലോകമെങ്ങും നിറയണം, വർദ്ധിച്ചു പെരുകണം. പക്ഷെ നമുക്ക് ഈ കൽപ്പന എത്ര ക്രിസ്ത്യാനികൾ ഇന്ന് ശിരസിൽ ഏറ്റെടുക്കുന്നു? മക്കള് ഉണ്ടാകുന്നത് അനുഗ്രഹമല്ല, ശാപമാണ്. 1, 2 കഴിഞ്ഞ് 3-ാമത്തേനും പാടെ മുഖമെല്ലാം ദുരൂഹമാകുമല്ലേ? അത് കഴിഞ്ഞ് പെട്ടെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? എന്നെ ഒരിക്കലേ ഞാനൊരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ഉണ്ടാവുകയാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഓർക്കാപ്പുറത്ത് അടുത്തൊരു കുട്ടിയുണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുകയാണ്, ആ ആന്റി എന്നോട് പറയുകയാണ്, ഈ കുഞ്ഞിന് പേരിടുന്നത് പാസ്റ്ററെ എനിക്ക് കൺഫ്യൂഷനാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പല പേരാണ് മനസ്സിൽ വരുന്നത്. ബൈ മിസ്റ്റേക്കൻ, അബദ്ധം. ആരോ പറഞ്ഞു അതിനെ കൃപാന്ന് പേരുണ്ട്. ഉടനെ പറഞ്ഞു ഇത് കൃപയാണ്. ഓർക്കാപ്പുറത്ത് വേണ്ടാതെ തോന്നുള്ളതിനെ ഒന്ന് വെള്ളം തോർത്തി എഴുതില്ല. അതിന് മുമ്പ് ഞാൻ അടുത്തത് എന്നാ ചെയ്യാൻ പറ്റും? ആ വീട്ടിൽ ഇരുളായിരുന്നു. പക്ഷെ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് എനിക്ക് ഇത്രയും ചിന്ത ദൈവം തന്നില്ല, പഠനം തന്നില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു കാര്യം പറഞ്ഞു, ഇത് മിസ്റ്റേക്കാണ്. കാരണം ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് പറയുന്നു, മക്കൾ യഹോവ തരുന്ന ഉദരഫലം പ്രതിഫലവും. അല്ല, ഒന്ന് വായിച്ചാൽ നല്ലതല്ലേ? ശരിക്കും വായിക്കാവുന്നു. 126-ാം സങ്കീർത്തനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മക്കൾ തുടർന്ന് വായിച്ചാൽ വലിയ അനുഗ്രഹവാക്കുകളാണല്ലേ പറയുന്നല്ലേ? അവയെ കൊണ്ട് തന്നെ ആവനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യമാണ്. മക്കളെ നൽകുന്നത് പുരുഷനോടുള്ള ബന്ധത്തിലായിട്ടാണ് അല്ലേ? പുരുഷനോടാണ് ഈ കാര്യങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, മക്കള് ദൈവം നൽകുന്ന ഒരു അവകാശവും ഈ മക്കള് അവൻ തരുന്ന പ്രതിഫലവുമാണ് എന്ന് അസന്നിഗ്ധമായിട്ട് ദൈവത്തിന്റെ വചനം പറയുക. പക്ഷെ ഈ ധൈര്യം എത്ര പേർക്കുണ്ട്? മക്കൾ എത്ര ഉണ്ടാകുന്നു? ചില ഭക്തന്മാർ ഇത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ധാരാളം മക്കളെ ജനിപ്പിച്ച് അവരെ ദൈവ വഴിയിൽ വളർത്തി ദൈവത്തിനായിട്ട് അവരെ സമർപ്പിച്ച് അവരുടെ ജീവിതം കർത്താവിന്റെ കയ്യിൽ വിജയകരമായിട്ട് പര്യവസാനിപ്പിക്കും. ഈ വചനത്തിലൂടെ, ഈ നിലയിൽ, ഈ ചാനലിലൂടെ നമ്മൾ വചനം ചിന്തിച്ചാൽ നമ്മുടെ മിനിസ്ട്രി എന്തായിരിക്കും? എന്താ മിനിസ്ട്രി?
മക്കളെ ജനിപ്പിച്ച്, ദൈവം തരുന്നത്തോളം മക്കളെ ജനിപ്പിച്ച്. ഞാൻ പറഞ്ഞു, ഇന്നലെയും ഞാൻ പറഞ്ഞു എന്റെ ഒരു സ്നേഹിതന്റെ കാര്യം. അദ്ദേഹം എന്നേക്കാൾ ഇളയതാണ്. അദ്ദേഹം ഈ ആശയം ഏറ്റെടുത്തയാണ്. 5 മക്കൾ വരെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ പ്രിയ സഹോദരി വല്ലാതെ കവശയാണ്. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ പറഞ്ഞു, സഹോദര മതി മതി, സഹോദരി വല്ലാതെ ക്ഷീണിച്ചു, ഇനി ഇത് മതി, ഇത് മതി, ഇനി മതി. പക്ഷെ അത് കേട്ടൊന്നുമല്ല. അദ്ദേഹം അദ്ദേഹത്തിന് 5 മക്കളെ കൊടുത്ത് ഇനിയും ഉണ്ടാവുമായിരിക്കും. ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. 5 മക്കള് ഉണ്ടായി. ആ 5 മക്കളെ ഏതാണ്ട് ബേസിക് ട്രെയിനിങ് ഒക്കെ നടത്തി അവരെ ഹോം സ്കൂളിംഗുമായിട്ട് അവരെ ഇപ്പോൾ നേപ്പാളിൽ മിഷനിലേക്ക് അവർ ഒരുമിച്ച് പോയിരിക്കുകയാണ്. വളരെ ദുരിതപൂർണമായ അന്തരീക്ഷത്തിൽ പരിമിതമായ വിഭവങ്ങളോടുകൂടി കർത്താവ് ഏൽപ്പിച്ച മഹാദൗത്യം എന്താണ്? ലോകത്തിന്റെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷികൾ ആകണം. അവൻ മാത്രമല്ല, ഞാനും എന്റെ കുടുംബവും. ഞാൻ ജോഷുവേക്കാൾ ആ മകനെ ബഹുമാനിക്കുന്നു. കാരണം അദ്ദേഹം അത് സാധിപ്പിക്കുമെന്ന് എനിക്ക്. അദ്ദേഹത്തിന്റെ റൂട്ട് ഇതുവരെ ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഒരു ശരിക്കും സെക്കുലർ സ്കൂളിൽ അദ്ദേഹം കുഞ്ഞുങ്ങളെ വിടുകയില്ല. വീട്ടിൽ ആ സഹോദരി ഇരുന്നുകൊണ്ട്, ആ സഹോദരി വളരെ മുടിയൊക്കെ നനച്ചു, വളരെ അത്രയും പെട്ടെന്ന് പ്രസവിച്ചു കൊച്ചു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് ക്ഷീണിതയാണ്. പക്ഷേ ദൈവമാണ് അദ്ദേഹത്തിന്റെ ആശ്രയം. അദ്ദേഹത്തിന് യാതൊരുവിധ റിസോഴ്സസും ഇല്ലാതെ നേപ്പാളിലെത്തി താൻ മിനിസ്ട്രി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 1.5 വർഷമായി. ഞാൻ ആ മനുഷ്യരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സഹോദര, ഇതുപോലെ ഇവിടെ എനിക്ക് കുറച്ച് പാൽപ്പൊടി അനു വന്നപ്പോൾ കൊണ്ടുതന്നു. ഞാൻ അതേപടി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം അത് കൊടുത്തു വിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പാൽപ്പൊടി ഒരു ദിവസം അദ്ദേഹം ഒരു 5 മണി സമയം ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, 2 ദിവസം കൂടി സഹോദര, ഇന്ന് ഞാൻ സന്തോഷമായിട്ടൊരു ചായ കുടിച്ചു. കാരണം എനിക്കറിയില്ലായിരുന്നു, ഭാര്യയെ കുറച്ച് പാൽപ്പൊടി കരുതി വെച്ചിരുന്നു, അല്പം ഒരു ചെറിയ ടിന്നിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് ഇന്ന് എനിക്കൊരു ചായ എടുത്തു തന്നു. ഇന്നലെയും ഇന്ന് ഞാൻ സന്തോഷമായിട്ട് അതുകൊണ്ട് കഴിച്ചു. ആ സഹോദരനോട് പറയണം, ഒത്തിരി നന്ദിയുണ്ട്, ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് എന്ന് പറയണമെന്ന്. നല്ല സമ്പന്നതയുടെ മടിയിൽ ജനിച്ചു വളർന്ന യുവാവാണ് അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസമുള്ളതാണ്. വലിയ സാലറി കേരളത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ മക്കളുമായി ഞാനിപ്പോൾ കർത്താവിന്റെ ഒരു പർവ്വത പ്രദേശത്ത് മിനിസ്ട്രി ചെയ്യും. ഞാൻ പറഞ്ഞത്, ഈ വചനം അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്. ദൈവത്തിന്റെ കാരണം ആ സഹോദരൻ അതുപോലെ അനേകം നല്ല സഹോദരന്മാർക്ക് മുകളിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുക. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി, അല്ലെ, വർദ്ധിച്ച് പെരുകി, ഭൂമിയിൽ നിന്ന് നിറഞ്ഞ് അതിനെ അടക്കി ദൈവം നിയമിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പാപികൾ, അമലോക്യ മല്ലന്മാർ, ദുഷ്ടന്മാർ ദുരുപയോഗിച്ചുകൊണ്ട് ഹീനകാര്യങ്ങൾ കാട്ടി റിസോഴ്സിനെ ഉപയോഗിക്കുമ്പോൾ അതിനുമേൽ പ്രാർത്ഥനാകരങ്ങൾ വിരിച്ച് ദൈവത്തോട് ചേർന്ന് ലോകത്തെ കീഴടക്കുവാൻ, പാപലോകത്തെ കീഴടക്കുവാൻ, പാപത്തിനെതിരെ പോരാടുവാൻ, ദൈവത്തിന്റെ മുന്നണി പോരാളികളായി നിൽക്കുവാൻ തന്റെ തലമുറയെ വർദ്ധിപ്പിച്ച് പഠിപ്പിച്ച് പ്രാർത്ഥനയോടെ ലോകത്തേക്ക് അയക്കുക. ഞാൻ പറയുന്ന 5 കുഞ്ഞുങ്ങളും 5 മിഷണറിമാരായിട്ടാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന ദിവസം എന്തായിരിക്കും നമുക്കുള്ള പുകഴ്ച? എന്തായിരിക്കും നമുക്കുള്ള പ്രശംസ? നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്ന ഒരു വാക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ കർത്താവ് പറയും, വെൽ ഡൺ, കൊള്ളാം, യു ഫെയ്ത്ത്ഫുൾ സെർവന്റ് എന്ന് ആ വായിൽ നിന്ന് കേട്ടെങ്കിൽ ആ ഒരു കമന്റിനേക്കാൾ വലിയ ഒരു നേട്ടം നമുക്ക് ലഭിക്കാനായിട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കിത് നേടാം. നിങ്ങൾക്കൊരു പക്ഷേ മുന്നണി പ്രദേശത്തോട്ട് പോകുവാൻ ഇപ്പോൾ തീരുമാനമൊന്നുമില്ലായിരിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്ന നിലയിൽ ദൈവത്തോടു കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തയ്യാറാകുന്നു. ഞാൻ പറയാം, ദൈവത്തിന്റെ വചനങ്ങൾ പലതും വായിച്ചു നോക്കിയിട്ട് ആളുകൾ തെറ്റിച്ചുളിക്കും. ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് പലരും ബൈബിൾ പഠിക്കുന്നതും പ്രസംഗിക്കുന്നതും ജീവിക്കുന്നതും എന്നുള്ളത് വളരെ നിരാശകരമാണ്. ഈ കുഞ്ഞുങ്ങളെ വളർന്നതിനെ കുറിച്ച് ആരും വളരെ എരിവ് കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കാര്യമായിട്ട് ഇവിടെ പെടാറുമില്ല. തലമുറകൾ വഷളാകുന്നത് കാലാകാലങ്ങളുടെ സാംസ്കാരിക മാറ്റത്തിനും വ്യതിചലനത്തിനും അനുസരിച്ച് അവരുടെ ജീവിതങ്ങൾ മാറി കഴിയുമ്പോൾ നാം ആമേൻ പറഞ്ഞുകൊണ്ട് അവരെ എപ്രകാരം അനുവദിക്കും, അവർ പോയി അവസാനിക്കും. നമുക്ക് അവസാനം നമ്മൾ കൂട്ടിപ്പിടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിന്റെ താഴെ എന്താണ്? ഒരു വലിയ ഒരു ജീവിതകാലം തിന്നു കുടിച്ചു, നെല്ലിന് വരിക്കുമൊക്കെ കേടുവരുത്തി, ഇതിനുശേഷം ഒരു ദിവസം രോഗം വിട്ടു പോകുമ്പോൾ ഒരു വലിയ മുട്ടയുമായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കും. ഒത്തിരി നേടിയെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ ഒന്നാമത്തെ വാക്യം നിങ്ങളുണ്ടോ? മനുഷ്യനെ സൃഷ്ടിച്ച ഉടനെ പറഞ്ഞ കാര്യം നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായി? ഇതാണ് ഇന്നത്തെ ചോദ്യം. അതുകൊണ്ട് നമുക്കതെങ്ങനെ സാധിക്കും എന്ന് നോക്കുവാനായിട്ട് നമുക്ക് അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, മക്കളെ ചൊവ്വേന്നരെ ദൈവത്തിന് വേണ്ടി ദൈവപ്രകാരം വളർത്തി തന്നാൽ മതി. അതാ തന്നെയാണ് വിളിച്ചതിന്റെ ഉദ്ദേശം. ഈ വാക്യത്തിന്റെ അർത്ഥം അതല്ല, വേറൊന്നുമില്ല. രണ്ടാമത് വീണ്ടും ഞാൻ പറഞ്ഞു,
എന്താണ് ദൈവം അന്വേഷിക്കുന്നത്? 78 സങ്കീർത്തനത്തിൽ ഇസ്രായേലിൽ നിന്ന് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നോട് എഴുതിയിട്ടുണ്ട്. 78 സങ്കീർത്തനത്തിൽ ആ വാക്യം കൂടി വായിച്ച് വേഗം നമുക്ക് മുന്നോട്ട് പോകാം. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, ഒരു പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിക്കാൻ കൽപ്പിച്ചു. വരുമാനമുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഷാഠ്യവും മത്സരമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്തത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിൽ തന്നെ. ഈ ഇത്രയും വാക്യങ്ങൾ വായിച്ചാൽ അവിടെ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ദൈവത്തിന്റെ വചനം ഒരു കൂട്ടം ആളുകൾ കൊടുത്തു. അവരെന്ത് ചെയ്യണം? ആ വചനപ്രകാരം ആ വചനം അതേപടി കൊടുത്ത് അവരുടെ തലമുറയെ വളർത്തിയിട്ട് എന്ത് ചെയ്യണം? അവരും എഴുന്നേറ്റ് അവരുടെ മക്കളോട് ഈ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മക്കളോട് അറിയിച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെല്ലാം ആരിൽ ആശ്രയം വെച്ച് ജീവിക്കണം? യഹോവയിൽ ആശ്രയം വെച്ച് ജീവിക്കണം. പിതാക്കന്മാരെ പോലെ ശാഠ്യമുള്ളവരായിട്ട് തീരരുത്. ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. എല്ലാ കാലത്തും ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നൊരു കാര്യം, ശലോമോൻ എഴുതുമ്പോൾ പറഞ്ഞു, മക്കളെ കൊണ്ട് തന്നെ ആവനാഴിക നിറയ്ക്കുക, വീരന്റെ കയ്യിലെ മൂർച്ചയുള്ള ആയുധം. പ്രിയപ്പെട്ടവരെ, ഒരു വീരൻ ഒരിക്കലും മണ്ട തേഞ്ഞ അസ്ത്രങ്ങൾ കൊണ്ട് നടക്കുമോ? വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയായിരിക്കും? അവൻ ആരെ ശ്രദ്ധിക്കുന്നത്? ഒരു പോരാളി, ഒരു വാരിയർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആയുധങ്ങൾ എന്താ? ശത്രുവിനെതിരെ നിർത്തുവാൻ, ദൈവമഹിമയ്ക്കായി നിർത്തുവാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആയുധങ്ങൾ എന്താണ്? 126 സങ്കീർത്തനമനുസരിച്ച് അത് മക്കളാണ്. അപ്പൊ മക്കളെ ഷേപ്പ് ചെയ്യണം, ഷാർപ്പ് ചെയ്യണം. ഇതാണ് ദൈവം നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നതായ കാര്യം. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ തന്നിട്ടുണ്ട്, ഒന്ന് എടുത്ത് വെച്ചുകൊടുക്കുക. എങ്ങനെയാണ് ഈ ദൗത്യം നിറവേറ്റുക? ഇവിടെ ഞാൻ എന്റെ ഒരു പേജ്, നിങ്ങൾ ഇന്നലെ കിട്ടിയ പേജിന്റെ ഒരു പേജ് മടക്കി കഴിയുമ്പോൾ കാണാം, വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. നമ്മൾ പറഞ്ഞ സൃഷ്ടികളുടെ ഉദ്ദേശത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമുക്ക് നോക്കാം. മലാഖി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വിവാഹത്തെ കുറിച്ചുള്ള ഉദ്ദേശം മനോഹരമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവം പറയുക, ദൈവം ഉപേക്ഷണം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. എന്താണ് വിവാഹത്തിന്റെ ഉദ്ദേശം? 2-ന്റെ 15-ാം വാക്യം. ദേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുകയും തന്റെ യൗവനത്തിലെ ഭാര്യയോടെ ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്തു. അതെ, ദൈവം എന്നും അങ്ങനെയാണ്. വിവാഹ ജീവിതം ദൈവം സ്ഥാപിച്ചത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ആ വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവ സന്തതി, ഹോളി സീഡ് ഉണ്ടാകണമെന്നാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾക്കറിയാമോ, പാപം പെരുകി തേർവാഴ്ച നടത്തുന്ന ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള സന്തതികൾ പെരുകണം. കർത്താവിനോട് വിശ്വസ്തതയുള്ള, കർത്താവിന്റെ കൽപ്പനകളെ നെഞ്ചിലേറ്റുന്ന, കർത്താവിനായിട്ട് പോകാൻ പറയുമ്പോൾ പോവുകയും വരാൻ പറയുമ്പോൾ വരികയും ചെയ്യുന്ന അനുസരണമുള്ള കുഞ്ഞുങ്ങൾ ലോകത്തെമ്പാടും ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ സ്വർഗ്ഗാരോഹണം ചെയ്യാവുന്ന സമയത്ത് എന്താ പറഞ്ഞത്? മത്തായി സുവിശേഷം 28-ന്റെ 19-20 വാക്യങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ലോകത്തിന്റെ അടുത്തോളം പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവെക്കുകയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പണിയുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പിതാക്കന്മാര് നിശ്ചയിച്ചു പോയ ഇടിവുകളെ സന്തതി പണിയുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ലോകത്തിന്റെ അറ്റത്തോളം പാപം തേർവാഴ്ച നടത്തുക, ഹൃദയങ്ങൾ ഇരുപരത്തി, ദൈവത്തിന് വിരോധമായ നിയമങ്ങൾ, ദൈവത്തിന് വിരോധമായ സംസ്കാരങ്ങൾ, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന ഇസങ്ങൾ, ഇതിനെല്ലാം എതിരെ കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ, കർത്താവിന് വേണ്ടി ഇടനിലനിൽക്കുവാൻ, കർത്താവിന് വേണ്ടി പോകുവാൻ, കർത്താവിന് വേണ്ടി വരുവാനാണ് ആളുകളെ അന്വേഷിക്കുക. അതെ, ലോകത്തിന്റെ അറ്റം വരെയും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളോട് എന്നോട് ദൈവം ഇന്ന് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ കുഞ്ഞിനെ ദൈവ ഹിതം നിറവേറ്റുവാൻ ഗുണം പ്രാപ്തീകരിച്ച് അവരെ ലോകത്തിലോട്ട് ഇറക്കി വിടണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് മേലുള്ള നിയന്ത്രണം, ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് കുഞ്ഞിനെ നിയന്ത്രിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കും?
പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. എത്ര വയസ്സ് വരെ സാധിക്കും അല്ലെ? നമുക്ക് നോക്കാം, വേദപുസ്തകത്തെ പരിശോധിച്ച് നോക്കാം. ഒന്നാമത് പരിശോധിക്കുന്നത് 1 സാമുവേൽ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യമാണ്. പിന്നെ എൽക്കാനാ എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെ യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മക്കളില്ലാതിരുന്ന ഒരു സ്ത്രീയാണ് അല്ലെ ഹന്ന. നിന്ദയും നിരാശയും വേദനയും മുറ്റിയ ഒരു ജീവിതത്തിനുടമയാണ്. ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ പരിഹാസങ്ങൾക്ക് മക്കളോടുള്ള പരിഹാസവും ദുഷിയും സഹിച്ച് അവർ കണ്ണീരോടും കൈപ്പോടും ആരെയും പഴിക്കാതെ ദൈവസഭയിൽ പോയി ഉപവസിച്ചും കരഞ്ഞും നിലവിളിച്ചും കർത്താവോട് അപേക്ഷിച്ചപ്പോൾ അവൾക്കൊരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിനെ നൽകിയ കാര്യം നമ്മളൊരിക്കലും പ്രസംഗിച്ചതാണ്. നിശ്ചയമായിട്ടും അവൾ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ആഗ്രഹിച്ചു. കർത്താവ് നീ എനിക്ക് കുഞ്ഞിനെ തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? നിനക്കായിട്ട് ഞാൻ ചോദിക്കട്ടെ. പണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ അച്ഛനാ വിടുവാണ്. പിന്നെ വീട്ടിൽ ദൈവത്തിന് കൊടുക്കും. ചില പൊട്ടോ ചുരുടോ ഉള്ള ഒരു 3-4-5 ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് ശകലം കുരുടും ചില ഓഞ്ഞൊക്കെ ഇരിക്കുന്ന ഇതാർക്കുള്ള അന്നേരെ വിളിച്ച് മാറ്റുന്നത്. ഇതിനെ ഞാൻ ആർക്ക് കൊടുക്കും? ദൈവത്തിന് കൊടുക്കും. എന്നാൽ ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നിട്ട് നിങ്ങൾക്കറിയാമോ, ഇല്ലാതിരുന്നിട്ടുണ്ടായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ഇരിക്കും. അവർക്ക് എന്റെ വേദന അറിയാം. അതിനെയാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഏറ്റവും മുന്തിയതാണ് കർത്താവിന്റെ ആഗ്രഹം. ഈ മലാക്കി പ്രവചനം പോലെയാണ് പറയുന്നത്, ചെറിയ ചിലങ്ങും തിണ്ണർക്കുള്ളതിനെയല്ല യഹോവയ്ക്ക് അർപ്പിക്കുന്നത്. ആരും വിചാരിക്കുന്നത് ദൈവത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഏതാണ്ട് മോശം ഏർപ്പാടാണ് അല്ലേ? സുവിശേഷകർക്ക് വിടുവാതാണ്. എന്താണ് ആ പരത്തിലൊക്കെ പറയുന്നതിന് ഒരു ഓഞ്ഞ വാക്കുകളൊക്കെ സുവിശേഷകർക്ക് അവിടുത്തെ സുവിശേഷകർക്ക് വടക്കേ ഇന്ത്യയിലാണ്. എന്തൊരു ദുരിതപൂർണ്ണമായ കാര്യം. വേറെ പള്ളിക്കുള്ളിൽ പോയിട്ട് പഠിച്ചില്ല. 8ാം ക്ലാസ്സിൽ 8 പ്രാവശ്യം തോറ്റു. അവസാനം എഞ്ചിന് പ്രശ്നമായപ്പോൾ പള്ളിക്കൂടക്കാരൻ പുറത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പിന്നെ 10 പ്രാവശ്യം എഴുതി 3 പ്രാവശ്യമൊക്കെ എഴുതി 710 മാർക്ക് മേടിച്ചിട്ട് എന്ത് ചെയ്തു? ബൈബിൾ കോളേജിൽ പോയി. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? പഠിച്ചു. എന്നിട്ട് എങ്ങോട്ട് പോയി? ഇതല്ല ദൈവവാക്യം. അതിന്റെ അകത്ത് അങ്ങനെയല്ല കൊടുക്കുന്നത്. ഞാനും ബൈബിൾ കോളേജിൽ പോയ ആളാണ്. ബൈബിൾ കോളേജിൽ പോകുന്നതിനെ വിമർശിച്ചതല്ല, ആരെയും വിമർശിക്കാൻ എനിക്ക് താല്പര്യമുള്ള ആളല്ലേ. ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഓരോ കുഞ്ഞിനെയാണ് കൊടുക്കുന്നത്. ഇതായിട്ട് പഠിക്കാൻ പോകും. ഓരോ കുഞ്ഞിനും ദൈവത്തിന്റെ ദാനമാണോ? ദൈവം നൽകുന്ന അവകാശമാണോ? ദൈവം നൽകുന്ന പ്രതിഫലമാണോ? എങ്കിൽ ദൈവത്തിന് കൊടുക്കും. ദൈവത്തിന് കൊടുത്തതിനെ കൊണ്ട് ദൈവം ഉപയോഗിച്ചു. അബ്രഹാം 25 വർഷക്കാലം വിശന്നും ദാഹിച്ചും പൊരിഞ്ഞും ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞു തരാം തരാം തരാം. വർഷങ്ങള് അവനെ ആശിപ്പിച്ച് അവസാനം കൊടുത്തിട്ട് പറഞ്ഞു, അത് നേരെ ഓടിക്കളിക്കുകയും ഒരു കോമരൂപമൊക്കെ വന്ന് അതിന്റെ മുഖത്തോട് തന്നെ നോട്ടമായ സമയത്ത് പറഞ്ഞു കൊണ്ടുപോവാ. എന്ത് ചെയ്യണം? നീ വേണ്ടതല്ല, ഞാൻ കാണിക്കുന്ന അവനെ കൊണ്ട് അവനെ എന്ത് ചെയ്യണം? ഹോമയാഗമായി. ആ പിതാവ് അത് ചെയ്യാൻ തയ്യാറായി. യാതൊരു വിധമായ വൈമുഖ്യവും അവന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവനത് കൊടുക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിൽ ദൈവത്തിന്റെ യാഗപീഠത്തിൽ വെച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോഴാണ് അതിന്റെ പിന്നിൽ അനുഗ്രഹവും കൂടി ഉണ്ട്. മുന്തിരിക്കുലയിൽ പുതുവീഞ്ഞ് കാണ്ട് നശിപ്പിച്ചു കളയുന്നത് അതിന്റെ പിന്നിൽ ഒരു അനുഗ്രഹം. നമുക്ക് തോന്നും മുന്തിരിക്കുല എന്ന് കഴിയുമ്പോൾ ഉടച്ചു വാർത്ത് കുടിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ പുതുവീഞ്ഞ് അതിലുണ്ട്. പക്ഷെ അത് ഉടച്ചു കളയരുത്. അതിന്റെ പിന്നിലെ അനുഗ്രഹത്തെ അനുഭവിക്കണം. തക്ക സമയത്താണ് അനുഗ്രഹം. മുന്തിരിക്കുല കാണുന്ന സമയത്ത്, അത് പച്ചയായിരിക്കുന്ന സമയത്ത് അല്ല തുടക്കേണ്ടത്. തക്ക സമയത്ത് അതിന്റെ പിന്നിൽ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു. നിങ്ങൾക്കറിയാമോ, യാഗപീഠത്തിൽ കൊടുക്കാൻ താൻ മടിക്കാതിരുന്ന ആ പൈതലിലൂടെയാണ് നാം മുൻ അനുഗ്രഹിക്കുന്നത്. അല്ലെ ഹോളി സീഡ് വരികയല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ പ്രജ വരുവാനുള്ള ചാലായിരുന്നു. യാഗപീഠത്തിൽ കരുതലാക്കുന്നത് മാത്രമാണ് ചാലുകൾ വരുന്നത്. ലോകത്തിന് നിർദ്ദിഷ്ടമായതൊന്നും വിഷയമൊന്നുമല്ല. രാഹാബിന്റെ വേശ്യയും ആ ചാലില് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വിശുദ്ധീകരിക്കുന്നതിനെ 6 വട്ടം ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാര്യപരിപാടി ഇങ്ങനെ മുന്നോട്ട് നീളുകയാണ്. അത് വിവാഹ ജീവിതത്തിനകത്തെ പ്രധാന ഉദ്ദേശം. ബാക്കി 2 ഉദ്ദേശം ഉണ്ട്. അത് കുടുംബക്ലാസികമാണ്. പ്രധാന ഉദ്ദേശം എന്താണ്? അവൻ വിശുദ്ധ സന്തതിയെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും അവൻ ആരെ ആഗ്രഹിക്കുന്നു? വിശുദ്ധ സന്താനമോ പെണ്ണോ ദൈവത്തിന് വ്യത്യാസമില്ല. കർത്താവ് പുതിയ മനക്കോട്ടല്ലേ കർത്താവായ യേശുക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയും ഒന്നുമില്ല. പക്ഷേ വിശുദ്ധ സന്തതിയെ അവൻ അന്വേഷിക്കുക.
വിവാഹ ജീവിതം മുന്തിരി കുലയിലെ പുതുവീഞ്ഞു കുടിക്കാനുള്ളതാണെന്നാണ് പലരുടെയും വിചാരം, അല്ലേ? അതുകൊണ്ട് പലയിടത്തും മുന്തിരിക്കുലയിലെ പുതുവീഞ്ഞു കുടിയാണ്. കല്യാണം കഴിക്കാം, പക്ഷെ മക്കളുണ്ടാകട്ടെ, എഗ്രിമെന്റ് അല്ലെ? 100 രൂപ പത്രത്തിൽ എഴുതി ഒപ്പുവെച്ച് കഴിഞ്ഞാണ് വിവാഹം പോലെ. മക്കളുണ്ടാകാൻ പാടില്ല, മനസ്സിലായോ? മക്കളുണ്ടായാൽ അതിന് വേറെ പണിയുണ്ട്, അല്ലേ? 1 അല്ലെ 5 or 6 ദിനാർ മുടക്കിയ ആ കഥയും കഴിച്ചു. എത്ര നികൃഷ്ടമാണ്, എത്ര മ്ലേച്ഛമാണ് ലോകം. ദൈവത്തിനെതിരെയുള്ള മത്സരമാണ്. ദൈവത്തിന്റെ അനുവാദത്തെ നമ്മൾ ഉല്ലംഘിക്കുക, അതിനെ നാം അതിജീവിക്കുക, ദൈവത്തിന്റെ അവകാശത്തിന്മേൽ നാം കടന്നു കയറുക. മക്കൾ ആരുടെ അവകാശമാണ്? ദൈവത്തിന്റെ അവകാശം. ഓഹരിയാണ്. കുഞ്ഞിനെ വളർത്തി അങ്ങോട്ട് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം അല്ലാതെ കുഞ്ഞുങ്ങളെ തോന്നിയാസം ചെയ്യാനുള്ള അനുവാദം നിങ്ങൾക്കോ എനിക്കോ ഇല്ല. ദൈവത്തിന്റെ വകയാണ്. അതിനെ അനുസരണത്തോടെ പറഞ്ഞത് കേട്ട് അതുപോലെ വളർത്തി അങ്ങോട്ട് കൊടുക്കാൻ മാത്രം നമുക്ക് അനുവാദമുണ്ട്. നമ്മുടെ സുഹൃത്തിനല്ല വിവാഹം, വിശുദ്ധ സന്തതിയുണ്ട്. അതുകൊണ്ട് വിവാഹം മോചനം എന്നുള്ളത് പഴങ്കഥ. വേദവസവും ഒരിക്കലും വിവാഹമോചനത്തെ അനുകൂലിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ എവിടെയും പൊട്ടുംപൊടിയും കരുത്തിൽ പറയും, പക്ഷെ ദൈവം സൂക്ഷ്മമായിട്ട് പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാര്യത്തിന്റെ എല്ലാ എസൻസ് ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പറ്റിച്ചേർന്ന് ഒരു ശരീരമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ, ഏത് മനുഷ്യനാണ് അവകാശമുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ വിയോജിപ്പിക്കാനുണ്ടോ? വേർപെടുത്താൻ കല്യാണമുള്ളവരോ ചുമന്നുള്ളവരോട് എനിക്കുണ്ടോ? ആരുമില്ല. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിറയ്ക്കുമെന്ന് എനിക്കറിയാം. വിയോജിപ്പിക്കുവാൻ നിങ്ങൾക്ക്, വിഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല, എനിക്കും അനുവാദമില്ല. യോജിപ്പിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. കൈപിടിച്ച് ഏൽപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചു. അത് ഏൽക്കുന്നതിന് മുമ്പൊക്കെ തീരുമാനിച്ചും പ്രാർത്ഥിച്ചും കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. എന്താണ്? അവൻ വിശുദ്ധ സന്തതിയെ അന്വേഷിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ആണെന്ന് ആഗ്രഹിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും കുറെ പേര് പുരോഹിതന്മാരും കുറെ പേര് പ്രവാചകന്മാരും എന്നല്ല വേദോത്സവം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കൾ എങ്ങനെയായിരിക്കണം? രാജകീയ പുരോഹിത വർഗവും പ്രത്യേക ജാതിയും ഒരു വിശുദ്ധ വംശവും യഹോവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട അത് ഒരു പൗരോഹിത്യ വംശമാണ്, രാജകീയ പൗരോഹിത്യ വംശമാണ്. നിങ്ങളുടെ മക്കൾ അങ്ങനെ ആകുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള ചുവടുകൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഞാൻ ആദ്യത്തെ ഭാഗങ്ങൾ എനിക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയട്ടെ. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നു. മക്കളെ എന്ത് ചെയ്യണം? എന്താ ചെയ്യുന്നത്? ഞാനിങ്ങനെ ദൈവത്തിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉദ്ദേശമാണ് കർത്താവിന്റെ ദൗത്യം ഇരിക്കുന്ന മഹാനിയോഗം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോടുകൂടെ നിങ്ങളോട് നിങ്ങളുടെ സന്തതിയോടും കൂടെ ഉണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, അവിടുത്തെ കമാൻഡ് പുറപ്പെടുക എന്നുള്ളതല്ല, മഹാറ്റയോ ശിഷ്യരാക്കുക എന്നുള്ളത്. Go and make disciples. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. പുതിയ നിയമത്തിൽ കർത്താവ് ആ കാര്യം പറഞ്ഞു. തിബരിയാസ് കടൽ തീരത്തിൽ വെച്ച് വല വീശുന്ന ചില മുക്കുവരെ കണ്ടപ്പോൾ താനെ പടക് നീക്കുവാൻ പറഞ്ഞു. പടക് നീക്കിയ സമയത്ത് പടകിലിരുന്ന് ജനത്തെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ പടകിന്റെ ഉടയക്കാരനെ വിളിച്ചു. അവരോട് പറഞ്ഞു, നീ നിന്റെ കാര്യം സാധിക്ക്. പെരുത്ത മീൻകൂട്ടം കൊണ്ട് അവന്റെ കാൽക്കൽ പിടഞ്ഞു വീണ ആ മനുഷ്യനെ ആശ്വസിപ്പിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഐ വിൽ മേക്ക് യു ഫിഷർ ഓഫ് മാൻ. എന്താണ്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കാം. ഈ ദൗത്യം ആർക്കാണ് ഇല്ലാത്തത്? ഈ മഹാനിയോഗത്തിൽ അണിചേരുവാൻ അവകാശമില്ലാത്ത, അതിനാവശ്യമില്ലാത്ത ആരെങ്കിലും എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവുള്ളവരല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ മഹാനിയോഗത്തിനായിട്ട് ശിരസ് വെച്ചുകൊണ്ട് അവന്റെ മുഖമേറ്റുകൊണ്ട് ആ കാര്യം ചെയ്യുവാൻ ബാധ്യത നാം അത് ചെയ്യുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യുകയും ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ അയച്ച് ലോകത്തെ എന്ത് ചെയ്യണം? ദൈവത്തിനായിട്ട് നേടണം. അന്നലെ ചേർത്ത് ശരിയായ മലയാളത്തോട് വരുമ്പോൾ ലോകത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം? നേടണം. ഇതാണ് മഹാദൗത്യം. ആ ദൗത്യത്തിലേക്ക് അണിചേരുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം, അല്ലേ? അവരെ എന്ത് ചെയ്യണം? പരിശീലിപ്പിക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറുക. ഏതാ വാക്യം എന്നല്ല വായിച്ചേ? അതൊന്നൊക്കെ വായിച്ചേ. നോക്ക്, അതാരോടുള്ള കൽപ്പനയാണ്. സദൃശ്യവാക്യത്തിൽ ഈ വാക്യങ്ങളെല്ലാം എഴുതിയ മനുഷ്യൻ അവന്റെ മകനെ കൊലപ്പെടുത്തിയില്ല. ശരിയാണ്. ഇതെല്ലാം അവൻ എഴുതി വെച്ചു.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് സംസാരിച്ചു. അവന്റെ മകന് വേണ്ടിയാണ് എഴുതിയത്. ആ എഴുത്തിന്റെ അതിന്റെ ശരിയായ ഉദ്ദേശം പരിശോധിച്ചാൽ ഈ വചനങ്ങളെല്ലാം സലോമോന് കൊടുത്ത ആർക്ക് വേണ്ടിയാണ്? അവന്റെ മകനെ വളർത്തുവാൻ വേണ്ടിയാണ്. പക്ഷെ അവന്റെ മകൻ രഹബയാം ഗുണപ്പെട്ടില്ല. അവൻ പറഞ്ഞു, അപ്പൻ ചമ്മട്ടി കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിച്ചെങ്കിൽ ജനമേ നിങ്ങളെ ഞാൻ തേളുകളെ കൊണ്ട് ദണ്ഡിപ്പിച്ചു. ഇതായിരുന്നു രഹബയാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ക്ലാസ് കേട്ടു, ഒരുപക്ഷെ അടുത്തൊരു ക്ലാസ് കൂടെ കേട്ടു, ഇന്ന് സമൃദ്ധമായിട്ട് കേട്ടു. ഈ കേട്ട ആളുകൾ ശലോമോനെ പോലെ പരാജയമായി തീരുവാനുള്ള സാധ്യത വളരെയാണ്. കാരണം അത്ര ശക്തമാണ് ലോകത്തിന്റെ സ്വാധീനം. ശലോമോൻ എന്താ പറ്റിയത്? ശലോമോൻ ആ മലയിലും ഈ മലയിലും ഒക്കെയുള്ള രാജകുമാരുടെ പെൺമക്കളെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കല്യാണം കഴിക്കുകയാണ് പുതിയ പരിപാടി, ഇല്ലേ? പഴയ ശ്രീകൃഷ്ണനെ പോലെ അവിടെ കല്യാണം, ഇവിടെ കല്യാണം, ഇവിടെ കല്യാണം, ഇവിടെ കല്യാണം, അവിടെ കല്യാണം, ഇങ്ങനെ കല്യാണം കഴിച്ചു. പെണ്ണുങ്ങൾ പറയും അവിടെ ഒരു അമ്പലം പണിയെ, ഇവിടെ ഒരു അമ്പലം പണിയെ, ഇവിടെ ഒരു അമ്പലം പണിയെന്ന് പറയുമ്പോൾ കല്യാണം കഴിപ്പോ അമ്പലം പണി പണി. അഭിഷേകം ചെയ്ത് ദർശിപ്പിച്ച കാര്യമല്ല ചെയ്തത്. കൊടുത്തതൊക്കെ തിന്നു കുടിച്ച് സൂക്ഷിച്ചുകൊണ്ട് അമ്പലവും പണിത് ഭാര്യമാരുമായിട്ട് ഇങ്ങനെ കൂടി പിള്ളേരെ വളർത്താൻ നേരം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ സലോമോനെ കുറിച്ച് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മളും ചില അമ്പലങ്ങൾ പറയുന്നില്ലേ? ഇല്ലേ? നമുക്കും ചില രഹസ്യ ഉദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ ഇല്ലേ? ചില മുന്തിരിക്കുല, പുതുവീഞ്ഞ്, ചില സംഭവങ്ങൾ, ചില സന്തോഷങ്ങൾ. ഇതൊക്കെ ആയതുകൊണ്ടല്ലേ നമ്മൾ പിള്ളേരെ ഒരു വശത്തൂടെ വിടുന്നത്? എന്തിനാ നമ്മൾ പറഞ്ഞു അല്ലേ? പിള്ളേരെ ഒരു വശത്തൂടെ വിട്ടേച്ച് അല്ലേ നമ്മൾ നമ്മുടേതായ ലക്ഷ്യങ്ങൾ. ഞാൻ പറഞ്ഞു, പേരന്റിങ് അല്ലെങ്കിൽ ട്രെയിൻ എ ചൈൽഡ് എന്ന് പറയുന്ന കാര്യം സിമ്പിൾ അല്ല, നിസാരമല്ല. അതൊരു ടാസ്കാണ്. അത് വലിയ ഒരു ദൗത്യമാണ്, മഹാദൗത്യത്തിന്റെ ഭാഗമാണ്. അതിന് വില കൊടുക്കണം, വിയർക്കണം, അതിന് പണം കൊടുക്കണം, സമയം കൊടുക്കണം, ഉറക്കിളയ്ക്കണം, കഷ്ടപ്പെടണം. പറ്റൂ എങ്കിൽ ഈ വചനമെടുത്ത് ശലോമോൻ തോറ്റു, ദാവീദ് തോറ്റു, സാക്ഷാൽ സാമുവേൽ തോറ്റു. ഇവരുടെ ആരുടെ സന്തതികളെ ദൈവത്തിന് മുമ്പിൽ കണ്ടോ? ഇനി ആളുകളെ കുറിച്ച് പറയാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഇത് ആർക്കും വളർത്താൻ പറ്റുകയില്ല. ഇത് പറയാനേ പറ്റുള്ളൂ. ഇത്രയും വലിയ വിളികൾക്ക് പറ്റാത്ത കാര്യം നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ദൈവത്തെ അനുസരിക്കുന്ന കാര്യത്തിൽ വലിയ പുള്ളിയും ചെറിയ പുള്ളിയും ഇല്ല. ഗ്രേറ്റ് മെൻ മേക്സ് ഗ്രേറ്റ് മിസ്റ്റേക്സ്. വലിയ ആളുകൾ വലിയ തെറ്റുകൾ തെറ്റ്. പക്ഷെ നിങ്ങൾക്ക് ആ തെറ്റുകെട്ടേണ്ട ആവശ്യമില്ല. ചെറിയ സമത്വം അതിനെ വലുതാക്കും. 5 അപ്പവും 2 മീനും 20,000 പേരുടെ വിശപ്പടക്കുവാൻ പര്യാപ്തമാക്കുമാർ വികസിപ്പിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ അസംഭവിക്കുന്നു. അവന്റെ വചനങ്ങളാണ് നാം ശിരസിലേൽക്കാനായിട്ട്, അവനായിട്ടാണ് നാം ഈ സമർപ്പണം വെക്കാനായിട്ട്. അവൻ നിങ്ങളുടെ ചെറിയ സമർപ്പണത്തെ ആ സമർപ്പണത്തെ അവൻ അനുഗ്രഹിക്കും, ആശീർവദിക്കും. അതിനെ അത്യന്തം അപാരമായി വർദ്ധിപ്പിക്കും, പെരുക്കും. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹമായിരിക്കും. അവന്റെ അനുഗ്രഹകരം തീരുമാനത്തിന്റെ മേൽ ഇങ്ങനെ വിടർന്നു തന്നെ ഇരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ തീരുമാനമെടുക്കുക. ഞാനിവിടെ പറയുമ്പോൾ ഹന്നയുടെ കാര്യത്തിലേക്ക് മടങ്ങി പറഞ്ഞല്ലോ. ഹന്ന മുലകുടി മാറുന്നത് വരെ ഞാൻ കുഞ്ഞിനെ നോക്കട്ടേതാണ്. പള്ളിയിൽ പോകാനാണ് വിളിച്ചത്. ഞാൻ വീണ്ടും ചോദിക്കുക, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ദൈവഭയങ്ങളും ദൈവഭക്തിയൊന്നും വലിയ പ്രസക്തിയില്ല. ആന്തരികമാണ്. പലപ്പോഴും വിശ്വാസ വിഷയങ്ങൾ ഭൗതികവൽക്കരിക്കപ്പെടുകയാണ്. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. പുറമേ കാണുന്ന ഭക്തി അത് പറയണം. ഈ തരം വചനവും തന്നെ ഭജിക്കുകയും നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യും. ഈ വചനത്തെ എടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ പുറമേ ചെയ്യുന്ന ഈ ഭക്തിയൊന്നും ഭക്തിയല്ല, ദൈവത്തിന് സ്വീകാര്യം. ദൈവം പറയുന്നു, മകളെ നിന്റെ ഹൃദയം എനിക്ക് ഹൃദയമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സമർപ്പണമുള്ള ഹൃദയം. കർത്താവെ നീ കൽപ്പിക്കേ, ഞാന് അനുസരിച്ചോളാം. ഈ കാണുന്ന പഠിക്കാൻ പോകുന്ന ഓരോ വചനങ്ങളും നിങ്ങൾ ദൈവമായ അനുസരണത്തിനായിട്ട് സമർപ്പിക്കണം എന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ ഹന്ന പറഞ്ഞു, പള്ളിയിൽ ഇപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി ശീലോവിൽ പോയി ആരാധിക്കുക എന്ന് പറയുന്ന കാര്യത്തെക്കാൾ പ്രധാന ആരാധന ഏതാ? ദൈവം സോളിഡായിട്ട് അന്വേഷിക്കും. ശീലോവിൽ പോയി ആരാധിച്ചു വരാൻ ബെനീനായ്ക്കും പറ്റും, അല്ലേ? കുറ്റം പറയുകയും വളരെ കണ്ണീർ കൊടുപ്പിക്കുകയും ചെയ്യുന്ന ബെനീനായ്ക്കും പിള്ളേർക്കും ഒക്കെ എന്ത് പറ്റും? ശീലോവിൽ പോയി കർമ്മങ്ങളൊക്കെ ചെയ്തു വരാം. പക്ഷേ ഹൃദയം ആണ് ഹന്ന കൊടുക്കാൻ ആഗ്രഹിച്ചത്. എന്റെ ദൈവത്തിന് പുരോഹിതന്മാരില്ല. ഒരു ഏലി പുരോഹിതനുള്ളതും അവരുടെ 2 മക്കളുള്ളതും കള്ളന്മാരും കപടവാദികളും മോഷ്ടാക്കളുമാണ്. ദൈവത്തിന്റെ നിയമത്തെ കാറ്റിൽ പറന്നവരാണ്. അവിടെ ആലയത്തിൽ പോയാലും ഇല്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുവാൻ ഒരു പുരുഷനെ ഞാൻ വളർത്തി ആർക്ക് കൊടുക്കും? ഇതാണ് ആരാധന. നിങ്ങൾക്ക് മനസ്സിലായ ആരാധന എന്താണെന്ന് വിളിക്കുക. ശീലോവിൽ പോകുന്നതല്ല,
അത് ആരാധന അല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് ആരാധനയാണ്. പക്ഷെ റിയൽ ആയിട്ടുള്ള ആരാധന ഏതാണ്? ഹൃദയം ദൈവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മയും നമുക്ക് ഇവിടെ പാട്ട് പാടി തോന്നാം. എന്താ പറഞ്ഞത്? നമ്മളെത്ര പ്രാവശ്യം പാടി ആ ശീലകൾ പറഞ്ഞ ആരാധിച്ചു. എന്താ പറഞ്ഞത്? എന്റേതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ഇല്ലേ? അങ്ങനല്ലേ? എന്റേതെല്ലാം നിനക്ക് മാത്രം. ഇത് വാസ്തവമായിട്ടാണോ പാടിയത്? പാടിയെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളും നിന്റേതാണ്. എന്നെ മുറ്റും എന്റെ കുഞ്ഞുങ്ങളെ മുറ്റും തരുന്നിതാ എന്നല്ലേ അതിന്റെ അർത്ഥം. ഇതാണ് ആരാധന. അപ്പോൾ കുഞ്ഞുങ്ങളെ ബാലൻ നടക്കേണ്ടത് വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഈ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യമാണ്. അഭ്യാസം ചെയ്യാൻ എത്ര കാലം വേണം? എത്ര കാലം? ഓരോ വിദ്യക്കും അതിന്റെ അഭ്യാസ ബുദ്ധിക്ക് ഒരു കാലഘട്ടം. നമുക്ക് ഓരോ കോഴ്സുകളുണ്ട്. ഇപ്പോൾ മെഡിക്കൽ MBBS പഠിച്ചു തീർക്കണമെങ്കിൽ മിനിമം എത്ര വർഷം നമ്മൾ ക്യാമ്പസിൽ കഴിയണം? 5 വർഷമെങ്കിലും. എഞ്ചിനീയറിംഗിന്റെ വിഷയം പഠിക്കണമെങ്കിൽ 4 വർഷമെങ്കിലും അവിടെ കഴിഞ്ഞ് പറ്റുള്ളൂ. ഓരോ വിദ്യാഭ്യാസത്തിനും ഓരോ കരിക്കുലവും പൂർത്തീകരിക്കാനായിട്ട് ഒരു കാലഘട്ടം കഠിനാധ്വാനം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കടുത്ത അധ്വാനമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ കാരണം ഞാൻ പറയാം. എന്താണ് ഇവരെ ഇങ്ങനെ വളരെ കഠിനമായിട്ട് ട്രെയിൻ ചെയ്ത് വളർത്തേണ്ട കാര്യം എന്താണ്? ബാലന്റെ ഹൃദയത്തോട് പോഷത്വം പറ്റിയിരിക്കുന്നു. ശിക്ഷയ്ക്കുള്ള വടി അതിനെ തൂത്തുവാരിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രശ്നം കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? കുഞ്ഞുങ്ങൾ ദോഷന്മാരാണ്, ഫൂളിഷ്നെസ് ആണ് അവരുടെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ പറയാം, കുഞ്ഞുങ്ങൾ ദൈവ വിരോധികളാണ്. ദേ ആർ നോട്ട് ന്യൂട്രൽ ബട്ട് നാച്ചുറൽ. എന്താണ് അവർ? 1 കൊരിന്ത്യർ 2:14 പറയുന്നു, പ്രാകൃത മനുഷ്യൻ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നില്ല, അത് ആത്മീകമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവനത് ഭോഷത്വം ആകും. ഇതേ കാര്യമാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ ഭോഷന്മാർ. ഹന്നയുടെ കുഞ്ഞ് മുലകുടി മാറുന്ന സമയം വരെയാണ് ഭോഷത്വം മാറ്റമുള്ള സമയം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കൊടുക്കാൻ പോകുന്ന ഭോഷനെ കൊടുക്കും. ഏതാണ്ട് മുലകുടി മാറുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നലെ നമ്മൾ പറഞ്ഞു എത്ര നാളാണ്? ഏകദേശം ഒരു 4 വയസ്സ്, 3 വയസ്സ്, 3.5 വയസ്സ്, 4 വയസ്സാണ് സമയം. ഇന്നലെ ഇത് കഴിഞ്ഞ ഉടനെ ഒരു സഹോദരന് തോടി എന്ന് പറഞ്ഞു കയ്യിൽ സഹോദര, എനിക്ക് വലിയ അനുഗ്രഹമാണ്. ഞാൻ റൈറ്റ് ടൈമിലാണ്. എന്റെ കുഞ്ഞിന് ഈ പ്രായമാണ്, 2 വയസ്സിൽ താഴെയാണ്. റൈറ്റ് ടൈമിലാണ്. വലിയ സന്തോഷത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ പ്രോസസ്സർ ആരംഭിക്കും. മനസ്സിലായോ? എനിക്കിത് ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞിനെ നമ്മളെ തരുമ്പോൾ നമുക്ക് അനേക ഉദാഹരണം ഞാൻ പറയാം. ഒരു കുഞ്ഞിനെ നമ്മളെ തരുമ്പോൾ ഒരു കന്നിന്റെ കുഞ്ഞാണെങ്കിൽ, ഒരു കന്നുകാലിയുടെ കുട്ടിയാണെങ്കിൽ, അത് പ്രസവിച്ച് അങ്ങോട്ട് വീട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുടയും, തല 2 നക്കും കൊടുക്കും. ഇത്രയും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വീഴും, 2ാമതിലേക്ക് 3ാമത്തെ എഴുന്നേറ്റ് മേച്ചിലേക്ക് അങ്ങോട്ട് പോകും, 4ാമത് ഇതിലേക്ക് കറങ്ങാം. 1 മണിക്കൂറിനുള്ളിൽ ഈ കിടാവ് കുതിച്ചോടും. അതിന്റെ അർത്ഥം എന്താണ്? അതിന് വലിയ ട്രെയിനിങ് ഒന്നും ദൈവം കന്നാലിയോട് പറഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് കർത്താവ് ഓൾറെഡി വയറ്റ് വെച്ചൊക്കെ തന്നെ ചെയ്ത് പുറത്തു വിട്ടു. പുല്ലൊക്കെ തിന്ന് വല്ലോ പിടിക്കാതൊക്കെ നടന്നെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും പരിപാടി എന്നെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ മനുഷ്യന്റെ കുഞ്ഞ് കിട്ടുമ്പോൾ കണ്ടുണ്ടോ? ഉണ്ടായി കിടക്കുമ്പോ എങ്ങനെയാണ്? കണ്ണു പോലും തുറന്നാണോ? അല്ലേ? എന്തൊരു കഷ്ടമാണ്. 4 കാലും അങ്ങോട്ടാണ്, 4 കാലും അങ്ങോട്ടാണ്. എങ്ങനെയാ കൊച്ചു കിടക്കുന്ന പറ? 4 മേലോട്ടാണ്. ആ 2 കാലും 2 കൈയും നമ്മുടെ ആവശ്യപ്പെടുന്നത് എന്നെ കുടപ്പെടുത്ത് ഒരു വശത്തോട്ട് പോലും തിരിയത്തില്ല. ഇങ്ങനെ നോക്കുവോ കുഞ്ഞ്? ഇല്ല. ഇങ്ങനെ മേലോട്ട് മാത്രം എല്ലാം നോക്കി കുണപ്പെടുത്ത് നമ്മളുണ്ടോ കുണപ്പെടുത്താൻ? നമുക്ക് വേറെ എന്തെല്ലാം ജോലിയല്ലേ? എത്ര കാലം ആ കിടപ്പ് കിടക്കും? ആദ്യം മറന്നു കിടന്നു നോക്കും, അത് കഴിഞ്ഞിട്ട് ഗുണപ്പെടുന്നില്ല. ഉടനെ എന്ത് ചെയ്യും? കമന്ന് കിടക്കും. എന്നിട്ടും കുറെ കാലം കമന്ന് കിടന്നിട്ടും ഗുണപ്പെടുത്തുന്നില്ല. പിന്നെന്ത് ചെയ്യും? മുട്ടയിടന്ന് വാങ്ങി നോക്കും, അന്നേരം ഇങ്ങോട്ട് ഗുണപ്പെടുന്നില്ലേ? അത് കഴിഞ്ഞിട്ടും ഗുണപ്പെടുത്താൻ എഴുന്നേറ്റിരിക്കും. അന്നത്തെ ഗുണപ്പെടുത്തില്ല. എങ്ങും പോകത്തില്ല. നിങ്ങളെല്ലാം പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. അന്നേരം ഗുണപ്പെടുത്തുവേ. അത് കഴിഞ്ഞ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗുണപ്പെടുത്തുന്നു. അതും ഇല്ലായെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഗുണപ്പെടുത്താൻ എനിക്ക് വന്നേക്കാൻ പറയും. നമ്മൾ എന്താ തുടങ്ങുന്നത്? ഗുണപ്പെടുത്തുന്നത് എന്താ തുടങ്ങുന്നത്? ചെറുക്കൻ അവിടെ എവിടെയും പോയി കുഴപ്പം കാണിച്ച് നാട്ടുകാർ വന്ന്
തന്തയും തള്ളയും കൂട്ടി വളർത്തണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നത് മലയാളത്തിൽ കേട്ടിട്ടുണ്ട് ഞാൻ. തന്തയും മക്കളുണ്ടായ പോലെ തന്തയും തള്ളയും കൂട്ടി വളർത്തണം. ആ പോയി വലിയ വളർത്തിയിട്ടേക്കോ, അങ്ങനെ കാര്യം. ഇതെല്ലാം ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇത്രയും കാലവും ദൈവം നമ്മളെ തന്നു കഴിഞ്ഞ് നമുക്കിട്ട് അനേകം ഓർക്കൂടെ വരാൻ തുടങ്ങുന്ന നമ്മൾ വലിയ കമ്പും വഴിപാട്ടൊക്കെ ഗുണപ്പെടുത്താൻ ഗുണപ്പെടുവോ? എന്നെ തൊട്ടാ വീട് പറയുന്നത് ആ സമയത്താണ് അടിക്കാനായിട്ടില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറയട്ടെ, നിങ്ങളോട് പറഞ്ഞു കുഞ്ഞിന്റെ ഹൃദയം എങ്ങനെയല്ല, ന്യൂട്രൽ അല്ല. നിങ്ങൾ പറയുന്ന നിങ്ങൾ അവനെ കറക്റ്റ് ചെയ്യാൻ മാത്രം അല്ല, ഈ കറക്റ്റ് ചെയ്യുന്നപ്പോഴാണ് ന്യൂട്രൽ ആയിരിക്കുമ്പോഴാണ് അല്ലേ. പക്ഷെ ഇത് നാച്ചുറലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവനെ ഡയറക്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ന്യൂട്രൽ ഗിയർ കിടക്കുന്നതാണ്. മുന്നോട്ട് പോകണം, പുറകോട്ട് പോകണം. ഇതേത് ഗിയറിലാണ് കിടക്കുന്നത്? ഇതൊരു വല്ലാത്ത ഗിയറിലാണ് കിടക്കുന്നത്. ഏത് ഗിയറിലായിരിക്കും? റിവേഴ്സിലാണ് കിടക്കുന്നത്. ഇത് പുറകോട്ട് പോകുന്ന വണ്ടിയാണ്. അതിനെ മുന്നോട്ട് വിടാൻ നോക്കിയ വലിയ പാഠം. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ ശത്രുവാണ്, അവൻ വിഗ്രഹാരാധിയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ അവരുടെ ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞു. ഇത് ചെയ്യണം, അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാ? അവൻ ചെയ്തു. ഇനി ചെയ്യരുതെന്ന് പറഞ്ഞേ കളി കാണാല്ലേ. അവൻ എടുക്കരുതെന്ന് പറയുന്ന സാധനത്തിനടുത്ത് കണ്ണല്ലേ. നമ്മുടെ കണ്ണെന്ന് മാറി അവിടെ എന്ത് ചെയ്യും? അവന് പ്രിയപ്പെട്ടവരെ, അവൻ ആവശ്യം എന്താണ്? അവന് കറക്ഷൻ. അവൻ പാപിയാണ്. അവനെ ഡീൽ ചെയ്തേ മതിയാവൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഈ കുഞ്ഞു പറയുക, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം. അവൻ ആ പ്രശ്നത്തിലാണ്. നാം രക്ഷിക്കപ്പെട്ട് സന്തോഷം ജീവിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പ്രാവശ്യം. പക്ഷെ കുഞ്ഞങ്ങനെയാണ് അല്ല. ഈ കുഞ്ഞ് കൊടുത്ത പാപത്തിലാണ്. ദൈവ നിശ്ചേദിയാണ്, വിഗ്രഹാരാധിയാണ്. അപ്പോൾ അവനെ കറക്റ്റ് ചെയ്ത് മാത്രമേ പറ്റൂ. കാരണം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? എന്താ പറയുന്നത്? ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം, കുഞ്ഞ് നല്ലതാണോ ദുഷ്ടനാണോ? കുഞ്ഞ് ദുഷ്ടനാണ്. കാരണം കുഞ്ഞ് ഭാവിയാണ്. അനേക വാക്യങ്ങളോട് നിങ്ങളുടെ നോട്ടിനകത്ത് എഴുതി തന്ന അനേക വാക്യങ്ങൾ തന്നിരിക്കുകയാണ്. എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. എന്നാൽ റോമാലേഖനം അതിന്റെ 3-ാം അധ്യായം കുഞ്ഞിന്റെ പ്രശ്നം എന്താണ്? റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ഏകദേശം ഇല്ലാത്തവരായിത്തീർന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും. സങ്കീർത്തനം 58-3 എന്താണ്? ദുഷ്ടൻ ഗർഭം മുതലേ ഭ്രഷ്ടന്മാരാണ്. ദുഷ്ടൻ ഗർഭം മുതലേ ഭ്രഷ്ടന്മാരാണ്. അപ്പോൾ പാപമംഗിലമാണ് കുഞ്ഞിന്റെ ഹൃദയം. ഈ ഹൃദയത്തെ ഡീല് ചെയ്തേ മതിയാവും. ഈ ഹൃദയത്തെ ഡീല് ചെയ്യുവാനായിട്ട് നാം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു. ഈ ഹൃദയത്തെ നമ്മൾ പരിശീലിപ്പിക്കണം. പാപബോധം അതിന് വരുത്തണം. കുഞ്ഞിനെ തെറ്റ് തെറ്റാണെന്ന് ശരി ശരിയാണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആ തന്നിരിക്കുന്ന പേരിൽ ഒരു പേര് മനസ്സിൽ നോക്കുക. ശിക്ഷണം എന്നുള്ള കാര്യം നമ്മൾ നടത്തേണ്ടത് നിശ്ചയമായിട്ടും കുട്ടികൾ കറക്ഷൻ നടത്തിക്കൊണ്ടാണ് ഈ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. കാരണം വളരെ ചെറുപ്പത്തിലെ നടക്കേണ്ടുന്ന വഴി അവനെ പരിശീലിപ്പിച്ചാൽ വൃദ്ധനായാലും അത് വിട്ടുമാറും. ബാലൻ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്നാണ് 22-6 പറയുന്നത്. നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പോൾ ഹന്ന ചെയ്യുന്നതുപോലെ മുലമുടി മാറുന്നതിനുള്ള മുമ്പുള്ള ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞിനെ ചെയ്യാനായിട്ട് ആരംഭിക്കണം. അവന്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തണം. കാരണം കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്, കുട്ടികൾ ആരാധകരാണ്, ഐഡിൽസ്, വിഗ്രഹങ്ങളുണ്ട് അവർക്ക്. അവരോട് അവരുടെ ഇഷ്ടത്തിന് വിരോധമായി നാം സംസാരിച്ചാൽ അവർ മറുതലിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അവർ പുറത്തുനിന്നുള്ള യാതൊരു നിർദ്ദേശവും കേൾക്കുവാനായിട്ട് അവർക്ക് തയ്യാറല്ല. ജന്മത്തിലെ ഒരു കുഞ്ഞ് വിഗ്രഹാരാധകരാണ്. എന്താണ് വിഗ്രഹം? അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അവന്റെ വിഗ്രഹം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുമ്പോൾ അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അവനെ വിടുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ ആ ഇഷ്ടം അവനെ പരിശീലിപ്പിക്കണം. ഈ പരിശീലനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആനകളെ പരിശീലിപ്പിക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ കോടനാട് എന്ന സ്ഥലത്ത് ആനകളെ പരിശീലിപ്പിക്കുന്നത്. എങ്ങനെ ആന പരിശീലനം എന്നറിയാമോ? കാട്ടാന പിടിച്ചുകൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ്? മല്ലനാണല്ലേ.
ആരെയും കൂട്ടത്തില്ല. എപ്പോഴും അത് എതിർപ്പാണ്. അതിന് അതിൻ്റെതായ താല്പര്യമുണ്ട്. അത് ചിഹ്നം വിളിക്കും, അത് കുത്തിയിടിക്കും, അത് എവിടെ കെട്ടിയാലും കിട്ടുന്ന മുഴളും, അത് ഉണ്ടുമറിയും. വല്ലാത്ത ഒരു കാഠിന്യമാണത്. കാരണം അത് ക്വൈറ്റ് നാച്ചുറലാണ്. ഒരു കുഞ്ഞു അതുപോലെ തന്നെയാണ്. ആ ആനകൾക്ക് ചുറ്റും രണ്ട് സൈഡിലും നാട്ടിൽ പരിശീലനം സിദ്ധിച്ച ആനയെ കൊണ്ട് നിർത്തിയിട്ട് ആ ആനയുടെ പുറത്ത് ആളുകൾ ഇരുന്ന് എന്ത് ചെയ്യും? ഈ ആന ഓരോ പ്രാവശ്യവും കുതിർമ്പോഴും എന്ത് ചെയ്യും? ഈ ആനക്കിട്ട് കൊടുക്കും. മറ്റേ ആനകൾ അങ്ങോട്ടുന്തി ഇങ്ങോട്ടുന്തി ഇടിച്ച് ചിലപ്പോൾ നല്ല കുത്തു കൊടുത്ത് ഇതിന്റെ മുഴുവൻ ശൗര്യങ്ങളും അവർത്തി അവസാനം എന്ത് ചെയ്യും? ഈ നാട്ടാനകൾ എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ കാട്ടാനെയും മെരുക്കുക. ഇവിടെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ആ കർത്താവിന്റെ ഇഷ്ടം അവനിൽ പൂർണ്ണമാകുന്ന നിലയിൽ അവന്റെ ഇഷ്ടങ്ങളെ മുഴുവൻ തൂത്തുവാരി കളഞ്ഞ് ദൈവ ഇഷ്ടം, ദൈവിക ഞാൻ നമ്മുടെ ഹൃദയത്തിലോട്ട് പരിശീലിപ്പിക്കണം. അപ്പൊ കഠിനമായ ജോഡിലൂടെ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഇവനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനം പറയുന്നു, ഇവന്റെ ഹൃദയത്തിലെ ഇവന്റെ സ്വാർത്ഥതകൾ, ഇവന്റെ ജഡീകൾ, ഇവന്റെ കർണാലിറ്റി, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? തൂത്തുവാരി വൃത്തിയാക്കണമെന്ന. നമുക്ക് നോക്കാം, വേദോസം പറഞ്ഞ കുറെ വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞു, അതൊന്ന് ഫ്ലാഷായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? സദൃശവാക്യം 20:30. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചുവാരി കളയുന്നു. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും എന്ത് ചെയ്യുന്നു? ദോഷത്തെ അടിച്ചുവാരി കളയും. അപ്പോൾ കുഞ്ഞിന് എന്താണ് ആവശ്യം? നിങ്ങളുടെ നോട്ടിനകത്ത് കണ്ടോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 4-ാം പേജ് എന്നുള്ള പേജ്. പുതിയതായിട്ട് കിട്ടിയവർക്ക് പഴയ പേജ് കാണത്തില്ല, എങ്കിലും ആരുടെയും സഹായം നോക്കുക. അവിടെ നമ്മൾ പറഞ്ഞു, ദൈവം ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇന്നലെ പറഞ്ഞതിൽ ഒരു പ്രധാന പല കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഒരു പ്രധാന കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ദൈവം വടിയെ പ്രത്യേക നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ട്രെയിനിങ്ങിനായിട്ട് അഭിഷേകം ചെയ്തിരിക്കും. ഈ വാക്ക് എഴുതാൻ പറഞ്ഞു, അഭിഷേകം ചെയ്തിരിക്കും. എന്താണ് അതിന്റെ അർത്ഥം? അഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക കാര്യപരിപാടിക്കായിട്ട് വേർതിരിച്ചു വെക്കുന്നതിന്റെ പേരാണ്. ദൈവം വേർതിരിക്കുന്നതിന്റെ പേരാണ് എന്ത്? പുരോഹിതനെ പുരോഹിതനായിട്ടും പ്രവാചകനെ പ്രവാചകനായിട്ടും രാജാവിനെ രാജാവായിട്ടും അഭിഷേകം ചെയ്തിരിക്കുന്ന പോലെ വഴിയെ ആരായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു? ട്രെയിനർ. എന്താണ്? ദൈവത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ ശരിപ്പെടുത്തി എടുക്കുന്ന ട്രെയിനറായിട്ട് ആരെ ഉപയോഗിച്ചിരിക്കുകയാണ്? അല്ലെ ട്രെയിനിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് ആരെ ഉപയോഗിച്ചിരിക്കുകയാണ്? വഴി. നമുക്ക് ഈ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ ഞാൻ പറയുന്നത്. നോക്ക്, അതായത് 20:30 പറയുന്നു, കുട്ടിയുടെ ഹൃദയത്തിൽ എന്നായിരിക്കുക? പോഷത്വം. ശിക്ഷുക്കളുടെ വടി എന്ത് ചെയ്യുന്നു? തൂത്തുവാരിക്കണം. എന്നിട്ട് ആ വടിയുടെ ആ അടിയുടെ എത്ര ഇന്റൻസിറ്റി വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അടിക്കേണ്ടത്? 20:30 വാക്യം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് പോയിന്റിലേക്ക് മാത്രം വരാം. ഹന്ന കുഞ്ഞിനെ വളർത്തിയെടുത്ത് ശമൂവേലാക്കിയ കഥയാണ് മുന്നിൽ നിൽക്കുന്നത്. അതാണ് പശ്ചാത്തലത്തിൽ നമ്മൾ ഇട്ടിരിക്കുക കാര്യം. അപ്പോൾ ഒന്ന് ശമൂവേൽ, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-22 ബാക്കി. അപ്പോൾ ഹന്ന എത്ര സമയം വരെ അവളെ ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്തു? മുലകുടി മാറുന്നത് വരെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 4 വയസ്സ് വരെ. 4 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യാശ കുറയുക. 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ വിളിക്കുന്നവർക്ക്, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നവർക്ക് ഈ വചനങ്ങൾ വളരെ ആശ്വാസകരമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വയസ്സിന് മുമ്പ് തന്നെ ശിക്ഷണം ആരംഭിക്കണം. നോ, എന്ത് ചെയ്യണം? നോ. അത് എനിക്കറിയാം. ഈ കാര്യം ഇപ്പൊ എന്റെ മൂത്തമാൻ ഉണ്ടായവന് 16 വയസ്സുണ്ട്. മൂത്തമാൻ ഉണ്ടായപ്പോൾ അവനെ കിടത്തിയതിനു ശേഷം അവന് ചുമ്മാതെ കരയുമ്പോൾ ഞാൻ നോ എന്ന് പറയും ഗൗരവമായി പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയാം. അവന് ചുണ്ടിങ്ങനെ കൂട്ടിപ്പിടിച്ച് അവൻ ദേഷ്യം കാണിക്കും. അതിപ്പോഴും ചുണ്ട് കൂട്ടിപ്പിടിച്ച് അവൻ ദേഷ്യം കാണിക്കും. അവന് ദേഷ്യം കാണിക്കും ഇപ്പോഴും ആ ചുണ്ടൻ അറിയാം. കാരണം ആ 8 മാസം പ്രായമായപ്പോൾ ഞാൻ നോ പറയുമ്പോൾ അവൻ എന്ത് ചെയ്യായിരുന്നു? യേസ് എന്ന് അവൻ പറഞ്ഞു. അവന്റെ ചുണ്ടുകൊണ്ട് അവൻ സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അവന്റെ മനോഭാവം എന്താണ്? ഹൃദയത്തിലൊക്കെ എന്തായിരുന്നു? പോഷത്വമാണ്. ഞാൻ എന്തവനോട് പറയുന്നു അതനുസരിക്കുന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ കരയുമ്പോൾ നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്താൻ മടിയാണ്. ഒരടി കൊടുത്തു കഴിയുമ്പോൾ ചെറിയ വീർക്കലേക്ക് 8 മാസമുള്ള പിന്നെ അടിക്ക് വരും. ഒറ്റയടി കൊടുക്കും. നോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കരം. അടിച്ചു കഴിയുമ്പോൾ കരച്ചിൽ നിർത്തിയിട്ടുണ്ട്. ചുണ്ടെന്ത് എന്താ കാര്യം? ഇതൊന്നും എനിക്ക് എത്ര സഹിക്കാവുന്ന കാര്യമല്ല എന്നാണ് അവൻ പറഞ്ഞത്. ശരി. അതിനുശേഷം എന്റെ ഏസ് അവന്റെ ഏസും എന്റെ നോ അവന്റെ നോയും ആക്കുന്നതിന്റെ പേരാണ് എന്ത്? ഞാൻ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യാൻ. അതല്ലേ ഞാൻ ദൈവത്തിന്റെ പ്രാവശ്യം നമുക്കറിയാനായിട്ട് സാധിച്ചൊരു വാക്യം നിങ്ങൾ പറഞ്ഞു, ജ്ഞാനിയോടും കൂടി നടന്നാൽ എന്ത് ചെയ്യും? ജ്ഞാനിയായി തീരും എന്ന് നമ്മൾ ഇന്നലെ ഒരു വാക്യം വായിച്ചായിരുന്നു. 13-ാം സദൃശവാക്യം 13.
ജ്ഞാനിയോടുകൂടി നടക്കുക, നീയും ജ്ഞാനിയായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ ജ്ഞാനത്തോടെ ദൈവത്തോടെ നടന്ന് ദൈവത്തിന് നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുത്ത് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പറഞ്ഞതുകൊണ്ട് നടന്നില്ലാത്ത ആളുകളുണ്ടെന്നോട് നമുക്ക് നടക്കാതിരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുത്ത് ആരംഭിച്ചാൽ പറ്റും. ദാവീദ് എന്താണ് ഗവൺമെന്റ് എടുത്ത് കഴിഞ്ഞ ദിവസം കേട്ടു. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി പറഞ്ഞിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്വയം മലിനനാകുകയില്ല എന്ന് ദാനിയേൽ തന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഇന്ന് വേളെ നിങ്ങൾ ഈ വചനം കേൾക്കണമെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഞാൻ ദൈവവചനം കാണുന്നതുകൊണ്ട് ഞാൻ ഈ വചനപ്രകാരം വളർത്തും എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവും വേണം. ഈ തീരുമാനം എടുക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ കുഞ്ഞെ ഹന്ന ഏതാണ്ട് 3-4 വയസ്സ് വരെ ആ കുഞ്ഞിനെ വളർത്തുക എന്നുള്ളതിൽ മാത്രം തീരുമാനമെടുത്തു. ഞാനൊരു വാക്യം കാണിക്കാം. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നിങ്ങൾ നോക്കിയേ. പുതുനിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇത് തന്നെയല്ലേ പറയുന്നത്? സ്ത്രീയെ സംബന്ധിച്ചുള്ള ദൗത്യം എന്താണ്? എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടാം. നോക്ക്, അപ്പോ ഒരു സ്ത്രീയുടെ ദൗത്യം, ആ രക്ഷ എന്ന് പറയുന്ന വാക്ക് ആത്മരക്ഷ, അത് ദൗത്യമാണ്. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ മകൾ, ഒരു സ്ത്രീ എപ്രകാരമാണ് അവളുടെ ദൗത്യം പൂർത്തീകരിക്കുന്ന വാക്യമാണ് അവൾ വലിയൊരു മിശ്രിത പ്രസംഗം ചെയ്യണമെന്ന് ആവശ്യമില്ല. അവളിപ്പോൾ ഒരു സുവിശേഷ വേദിക്ക് ഓടിപ്പം മല കയറി പോകണമെന്ന് ആവശ്യമില്ല. അവളുടെ ദൗത്യം എവിടെയാണ്? ഒന്നാമത് ഇതാണ് ഞാൻ പറഞ്ഞ ശീലോവിൽ പോകാതെ വീട്ടിൽ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തതിലൂടെ ആ രക്ഷ പ്രാപിച്ചു. അങ്ങനെയാണോ? ഇത് തന്നെയാണോ പൗലോസ് പറയുന്നത് 1 തിമോഥെയോസ് 2-ൽ? അവൾ സ്നേഹത്തിലും വിശ്വാസത്തിലും സുബോധത്തോടെ പാർക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം അനുസരിക്കേണ്ടതാണ്, ദൈവത്തിന് ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവിന്റെ പേരാണ് സുബോധം, അല്ലെ? ഒരു സ്ത്രീ എന്താണ് സുബോധം? എന്റെ കുഞ്ഞുങ്ങളെ ദൈവേഷ്ടം ചെയ്യുവാൻ ദൈവത്തിന് കൊള്ളാവുന്നവനായി ഞാൻ കൊണ്ടുപോയി ശീലോവിൽ കൊണ്ടുപോയി യഹോവയോടുകൂടി എന്നേക്കും പാർക്കേണ്ടത് എന്നല്ലേ പറഞ്ഞിരിക്കുന്ന വാക്ക്. തന്നെ പറഞ്ഞെന്താണ്? അവന്റെ സന്നിധിയിൽ എന്നേക്കും. അവിടുന്ന് അവൻ പോവുകയല്ല. ആലയത്തിൽ നടുതലയായ പിന്നെ അവിടുന്ന് പോവുകയല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദേവാലയം വകയായി ദൈവവേലയ്ക്ക് ദൈവത്തിന്റെ കാര്യങ്ങളുടെ ഭാഗമായി ലോകത്തെ കീഴടക്കി അതിനെ അടക്കുക എന്നുള്ള വലിയ ദൗത്യത്തിനായി വളർത്തി കൊടുക്കാൻ എനിക്ക് നിശ്ചയമായിട്ട് സാധിക്കും. മക്കളെ പ്രസവിച്ച് രക്ഷപ്പെടാം. പ്രസവിക്കാനുള്ളതല്ല, പ്രസവിക്കാനുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രസവിച്ച് തന്നെ പ്രസവിച്ച ഉടനെ പരിപാടി കഴിച്ചോ? പ്രസവിച്ച ഉടനെ ആലയത്തിലോട്ട് പോയോ? ഇതെന്നാ പോയത്? 3 വർഷം കഴിഞ്ഞ്. അതിന്റെ അർത്ഥം എന്താണ്? പ്രസവിച്ചെന്ന് പറഞ്ഞാൽ ആ 3.5 വർഷക്കാലത്തെ ഒരു കോഴ്സാണ്. ആ കോഴ്സിൽ അമ്മയുടെ ദൗത്യം ഉണ്ടാകും. ജോലിയുടെ സഹോദരന്മാര് ഓവർ ടൈം ജോലിയോ പ്രസംഗങ്ങൾക്കോ പോകാതെ ആ പണം വേണ്ട എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം? ദൈവം നിങ്ങൾക്ക് തരുന്ന മക്കളെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം. ഇതാണ് ഹന്ന ചെയ്യുന്നത്. എന്നിട്ട് ദേവാലയത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് നമുക്കൊരു പരിപാടി. പിന്നെ ഹന്ന പോയായിരുന്നോ? പിന്നീട് വല്ലതും കൊണ്ടു കൊടുക്കാനൊക്കെ പോയി കാണാം, അല്ലെ? ആ കൊച്ചിന് വല്ല വെച്ച് നല്ലതല്ലേ ഒരു അങ്കി തയ്ച്ചോ? അതൊക്കെ ചെറിയ ഏരിയ. പിന്നീട് ചുമ്മാ പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ദൗത്യം എവിടെ തീർന്നു? ദേവാലയത്തിൽ. നിങ്ങൾ ദൈവത്തിനായി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വടി ഉപയോഗിക്കാൻ തുടങ്ങണം. അതിന്റെ ഞാൻ ആ പോയിന്റിലേക്ക് വരികയാണ്. വടി ഉപയോഗിക്കും. അതിനാര് എതിർത്താലും നിങ്ങൾ വടി വാങ്ങിച്ച് ഞാൻ ഉദാഹരണം പറയുമ്പോൾ ഓർക്കുക, ഈ എന്റെ ചർച്ചയിൽ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ പഠിപ്പിച്ച് നടത്തുമ്പോൾ ഈ ഗ്രാൻഡ് പേരൻസും ഇവിടെയുണ്ടോ? ഗ്രാൻഡ് പേരൻസും ഒരിക്കലും അവർ വിഷമിക്കരുത്. ഞാൻ ഈ പറഞ്ഞിട്ട് അവർക്ക് വിഷമം തോന്നും. ഗ്രാൻഡ് പേരൻസ് കൊച്ചുമക്കളെ ഒരു പിതാവിലെ മാതാവ് കുഞ്ഞിനെ തല്ലുമ്പോൾ ഗ്രാൻഡ് പേരൻസ് എന്ത് ചെയ്യും? അത് ലോകത്തോടെയുള്ള ഇടയ്ക്ക് അത് ശരിയാണോ? ഇപ്പൊ ഈ പറഞ്ഞു കേട്ടു. ഇതിന് മുമ്പ് ശരിയായിരുന്നു, ഇനി ശരിയാണോ? മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഈ 3.5 വയസ്സ് കഴിഞ്ഞ ഗ്രാൻഡ് പേരന്റ് അല്ലെ ഗ്രാൻഡ് ഫാദറെ ഗ്രാൻഡ് മദറെ നിങ്ങൾ ഇടപെടും. ഈ 3.5 വയസ്സ് വരെ ആർക്ക് മുല കുടിക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് ചെല്ലും അതിനെ വളർത്തുന്നതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല, അല്ലേ? അതിന് ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? അതൊരു ഹന്നയെ ഏൽപ്പിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. അപ്പോൾ ആ സമയത്ത് മാതാവിന്റെ കയ്യിലാണ് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു സഹോദരി എനിക്കറിയാം, അവര്
പള്ളിയിൽ വരുമ്പോൾ അവർ ആ ലേഡി എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ അരയിൽ ഒരു ചെറിയ ബെൽറ്റ് സ്പെഷ്യൽ കരുതി എന്ത് ചെയ്യും? പള്ളിയിൽ വന്നു കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുത്തും. ആ പിള്ളേർ അവിടെ എഴുന്നേറ്റ് പോവുകയാണ്. എഴുന്നേറ്റ് പോകുന്ന കുഞ്ഞിനെ എന്ത് ചെയ്യും? അന്നേരം എടുത്തിട്ട് അടിക്കുകയല്ല, എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി 1-2 ദിവസം കാര്യങ്ങൾ വാങ്ങിച്ചതിന് ശേഷം പിന്നീട് പറഞ്ഞിട്ടനുസരിച്ചില്ല എന്ത് ചെയ്യും? ആ സ്ത്രീ ഒത്തിരി എടുത്തോണ്ട് പുറത്തുകൊണ്ട് എന്ത് ചെയ്യും? പുറത്ത് കൊണ്ടുപോയിട്ട് ആ കൊച്ചു പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആ കൊച്ചു ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അമ്മ പറയുന്ന സാധനത്തെ കമന്ന് കിടക്കും. എന്നിട്ട് ആ കുട്ടി തന്നെ അതിന് ഉടുപ്പ് മാറ്റി കൊടുക്കും. കരഞ്ഞോണ്ടാണ് ഇനിയിപ്പോൾ അതാണ് ട്രെയിനിങ്. എന്നിട്ട് ഈ അമ്മ ആവശ്യത്തിന് അടി ഞാൻ കൊടുക്കും അല്ലെ? കൊടുക്കേണ്ട സാധനവും ഞാൻ പറഞ്ഞു. നമ്മുടെ പുറകുഭാഗത്ത് ഏറ്റവും മാംസമുള്ള ഭാഗം ഇവിടാണോ അവിടെ നല്ല അടി കൊടുത്ത് പൊട്ടിപ്പോകത്തൊക്കെ അടി വേണേ കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ആ ശിക്ഷ ചെയ്ത് ആ കുഞ്ഞവിടെ കിടന്നതിന് ശേഷം കരഞ്ഞോണ്ട് വരും. വന്ന് അമ്മയുടെ മടയിൽ നിന്ന് കയറും. പിന്നെ അത് കൂടും. ഇങ്ങനെ അധികം ചെയ്യേണ്ട ആവശ്യമില്ല. ആ സ്ത്രീയൊക്കെ വല്ല കാലത്തും ഉള്ളൂ. അത് കൂടിയ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് രീതി ചെല്ലുമ്പോൾ അടുത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലോ. ഓരോ പ്രശ്നത്തെ ഇതുപോലെ അടി കൊടുത്ത് നമ്മൾ പറയുന്ന നോയും നമ്മൾ പറയുന്ന യേസുമാക്കി ആ കൊച്ചിനെ മാറി കഴിയുമ്പോൾ എന്ത് പറ്റി? ട്രെയിനിങ് പിന്നെ ചുമ്മാ വിട്ടാൽ ഒന്നും ചെയ്യണം. 4 വയസ്സ് കഴിഞ്ഞ് കുഞ്ഞിനെ തല്ലേണ്ട ആവശ്യമില്ല. ഇപ്പോ കൊച്ചു കുഞ്ഞാണെങ്കിൽ, ഇപ്പൊ 4 വയസ്സ് കുഞ്ഞാണെങ്കിൽ അതിനുള്ള വേറെ ക്ലാസ് ഉണ്ട്. അത് ഞാൻ പിന്നെ എടുക്കാം. ബഹുമാനക്കാരെ എങ്ങനെയാണെന്ന് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. പല കുഞ്ഞുങ്ങളും ഒരു ടീനിലായിട്ടുള്ള ആളുകളാണ്. 10 വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ പഠനം നമുക്കുണ്ട്. അത് പിന്നീട് ദിവസം എടുക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് വടി ഉപയോഗിക്കാനുള്ളതാണ്. വളരെ ഇനിയിപ്പോ നമുക്ക് നോക്കാം. വടിയെ സംബന്ധിച്ച് പറയുകയാണ്. വടി ഉപയോഗിക്കുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. 22-15 വാക്യം. ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ച് എന്താണ് പറയുന്നത്? ശിക്ഷക്കുള്ള വടി തന്നെ നീക്കിക്കളയും. അപ്പോൾ ഈ വടിയെ സംബന്ധിച്ചോളം പറയുമ്പോൾ രക്ഷയിലേക്ക് ഈ കുഞ്ഞിനെ നടത്തുകയാണ് ഈ 3.5 വർഷം കൊണ്ട്. ദൈവത്തിന്റെ ആലയത്തിൽ പോയി നിൽക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദേവാലയത്തിൽ നടുതലയാവില്ല, ശമൂവേലിനെ പോലെ ആകാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ ശിക്ഷിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞ് ദൈവത്തിന് പ്രസാദമുള്ള ഒരു പൈതലായിട്ട് തീർന്നു. അത് രക്ഷിക്കപ്പെട്ട എഫക്റ്റാണ്. നോക്ക്, ഈ പണി ചെയ്യുന്നതൊക്കെ 23-14 വാക്യം സദൃശ്യവാക്യം തന്നെ. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ. പാതാളത്തെ കുറിച്ച് ഇന്നലെ പറഞ്ഞു. എന്താണ് പാതാളം? ഷിയോൾ, നരകോടനെ വെച്ച് വിശദാംശം പിന്നീട് വേണമെങ്കിൽ വാസ്തുത നരകമാണ്. നരകത്തിൽ രക്ഷിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ആ 3 വർഷക്കാലത്തെ 3 വർഷക്കാലത്തെ ശിക്ഷ അവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇനി നോക്ക്, ഈ വടി ഉപയോഗിക്കുന്നതിൽ എന്ത് പറ്റുമെന്ന് എഴുതിയേക്കുന്നത് 13-24. വടി ഉപയോഗിക്കാതിരിക്കണം എന്റെ കുഞ്ഞിനെ തല എന്നെ കിട്ടത്തില്ല എന്ന് ആരെയും വിചാരിക്കുന്നതിൽ ഓർത്തു അവരെന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ 13-24 നിശ്ചയമായിട്ടും സ്നേഹിക്കുന്നവരെന്ത് ചെയ്യും? ചെറുപ്പത്തിലെ ഇങ്ങനെ പൊട്ടിപ്പോകത്തൊക്കെ അടിയും ഉദരത്തിന്റെ അറകളിലോട്ട് കയറി ചെല്ലുന്ന തല്ലും എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? ദോഷത്തെ തൂത്തുവാരി കളയും. നിശ്ചയമാണ് ദോഷം തൂത്തുവാരി പോയിക്കൊണ്ടിരിക്കും. ഓരോ പ്രാവശ്യം അടിക്കും. അപ്പോൾ നോക്ക്, അടുത്ത കാര്യം പറയുന്നത് വടി ഉപയോഗിക്കാത്ത ആൾ അവനെ പകയ്ക്കുക എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? എന്ന് പറഞ്ഞാൽ പകയ്ക്കുന്നത് എങ്ങനെയാണ്? അവനെ അവന്റെ വഴിക്ക് വിട്ടേ. അവന്റെ ഹൃദയത്തിലെ പോഷത്വവും ദുഷ്ടതയും അവിടെ നിന്ന് വളർന്ന് അവൻ ലോകത്തോട് അനുരൂപപ്പെട്ട് അവൻ നാശത്തിലേക്ക് പോകും. പിന്നീട് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അവനെ തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. നമുക്കറിയാമോ, ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്. ഒരു പ്രായമായ പട്ടിയെ ട്രെയിൻ ചെയ്യാൻ പറ്റിയാതൊരു പഴമൊഴി ഇംഗ്ലീഷിലുണ്ട്. ഒരിക്കൽ പോലും പറ്റില്ല. ഞാൻ ഓൾഡ് ഡോഗ് കനോട്ട് ബി ട്രെയിൻഡ്. ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ കുഞ്ഞ് 3 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടായി. ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ ടഫാണ്. ഡബിൾ അധ്വാനിക്കേണ്ടി വരും പിന്നെ ശരിയാക്കും. ഒരു 8 വയസ്സ് കഴിഞ്ഞ് ഒരു 12 വയസ്സുള്ള കാലം പിന്നീട് ഇവന്റെ ശിക്ഷ അങ്ങോട്ട് ഏൽക്കുകയില്ല. ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? വികലാകാനായിട്ട് തുടങ്ങും. അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ അവന്റെ വ്യക്തിത്വം രൂപപ്പെട്ടു. ഒരു 8 വയസ്സിനു ശേഷം അവന്റെ വ്യക്തിത്വം രൂപപ്പെട്ടതാണ് അതിന്റെ ആശയം. അവന്റെ ഒരു വ്യക്തിയായി കഴിഞ്ഞു. നമ്മളെ പോലെ തന്നെ സ്വതന്ത്ര ഇച്ഛയും സ്വതന്ത്ര ബുദ്ധിയും സ്വന്തമായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉള്ള ഒരു വ്യക്തിയായിട്ട് അവൻ രൂപപ്പെട്ട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ പോലെ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? അരം കൊണ്ട് അരം രാഗം തോൽപ്പിക്കാൻ പറ്റുമോ? അരോ രാഗിയാൽ എന്ത് പറ്റും? അല്ലേ? അരാന്ന് പറയുന്നത് കിന്നരോ? ശരിയാ, അരവിട്ട് രാഗിയ കുറെ കിന്നരം. അതുകൊണ്ട്
ആരും പക്ഷെ ഇരുമ്പലിട്ടിട്ടാകിയാലോ ഏത് ഷേപ്പും ഇരുമ്പ് അല്പം പഴുത്തിരിക്കുന്ന സമയമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞ് ഇരുമ്പ് പഴുത്തിരിക്കുന്നത് ഏത് ഷേപ്പിലും ഫോം ചെയ്യാവുന്ന രീതിയിലാണ് കുഞ്ഞു പ്രായത്തിൽ 4 വയസ്സ് വരെ. അത് പരിശുദ്ധാത്മാവിന് അറിയാം. അത് പരിശുദ്ധാത്മാവ് ഹന്നയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഹന്നയെ നമുക്കത് പറഞ്ഞു തരിക. അവിടെ ശരിക്കും കുഞ്ഞിനെ അടിച്ചു. ഈ വാക്യങ്ങൾ യഹോവേ നിന്റെ വചന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം ഇവിടെ ഉണ്ട്. സ്വർഗത്തിൽ സ്ഥിരമാണ്. ഇത് കാലാകാലങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഈ എഴുതപ്പെട്ട വചനം എല്ലാ കാലത്തും ഉണ്ട്. പരിശുദ്ധാത്മാവാണ്. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിൽ പ്രവചനങ്ങളിലൂടെയായിരുന്നു വചനം കിട്ടുന്നത്, അല്ലേ? അല്ലാതെ പുസ്തകം ഉണ്ടായിരുന്നു ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഹന്നയ്ക്ക് ആ വചനം പരിശുദ്ധാത്മാവ് കൊടുത്തു. ഹന്ന കുഞ്ഞിനെ ശരിക്കും ഈ പറയുന്ന വാക്കുകൾ വെച്ച് അടിച്ചു വളർത്തി. എന്ന് പറഞ്ഞാൽ ഹന്നയുടെ ഇഷ്ടം ആരുടെ ഇഷ്ടം? ശമൂവേലിന്റെ ഇഷ്ടം. ഹന്നയുടെ ഇഷ്ടമില്ലായ്മ ശമൂവേലിന്റെ. ഞാൻ ചോദിക്കട്ടെ, കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന് പറഞ്ഞാൽ എന്താണ് യെരമ്യാവ് പറയുന്നത്? അവൻ ഇഷ്ടം പോലെ അവൻ ഒരേ മിണ്ടത്തിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ള തലയിലൊക്കെ പാത്രം ഉണ്ടാകും. കൊണ്ടാടി ചീത്തയായിരുന്നു ഞാൻ എന്ത് ചെയ്യും? ഇത് പിന്നെ കൊടുത്തു. ഇതുപോലെ കുഞ്ഞുങ്ങളെ ശരിയാക്കണം. 4 വയസ്സ് വരെ ഇത് കുറേ ഉള്ളൂ. കളിമണ്ണ് നമുക്ക് ഉണങ്ങി കട്ടയായാലും കുടിക്കും. വെള്ളമെല്ലാം പറ്റി ഉണങ്ങിയിരുന്നു കഴിഞ്ഞാൽ അത് ഉരുട്ടാൻ പോയാൽ എന്നാ പറ്റും? 4 വരെ കുറെ പൊളിഞ്ഞു പോലും ഇവിടെ കൈ കയറി ആരംഭിച്ചു. ഇത് തന്നെയാണ് ഈ 4 വയസ്സ്. ഞാൻ വീണ്ടും ഇന്ന് കൂടി പറയുന്നത് ഈ 4 വയസ്സ് വരെ ചെയ്തേ പറ്റും. നിങ്ങൾ വടി മേടിച്ച് ചെയ്യുക. അതിനുശേഷം എന്താ തല്ലുന്നതിനെ കുറിച്ച് പറയുന്നു. തല്ലിയാൽ അവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലേ? പാതാളത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അവൻ 23:13 നോക്കി ഒരു കേടും വരികയില്ലാതെ ഉറപ്പിച്ചു പറയുക. വായിക്കാം 13-ാം വാക്യം. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകേണ്ട. വടി കൊണ്ട് അടിച്ചാൽ നിങ്ങൾ അടിവരയിട്ട് വാക്യമൊക്കെ വെച്ചു. എന്നിട്ട് നിങ്ങൾ അടിച്ചു കൊച്ചിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞ സാധനം പൊട്ടിപ്പോയെന്നു. അപ്പൊ എന്ത് ചെയ്യണം? ഈ വാക്യം വിഷമൊക്കെ വരുമ്പോ ഈ വാക്യം എടുത്ത് ധ്യാനിച്ചിട്ട് കർത്താവേ അതെ അവൻ ചത്തുപോയാന്ന് നീ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അടിച്ചത്. പിന്നെ എന്തോ ഒരു ആശ്വാസമാണ്. ദൈവത്തിന്റെ വചനം നമുക്കൊരു ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാൽ കൊച്ചിന്റെ ചന്തി പൊട്ടിയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വല്ല പേടിയുള്ളൂ. അതവിടെ പൊട്ടിയിരിക്കുന്നതേ ചെയ്യും. അതാരും ഓർമ്മിച്ചോളും. കർത്താവിനൊരു സ്വഭാവമുണ്ട്. അവൻ മുറിക്കുകയും നിങ്ങളുടെ മനസ്സിനൊരു വേദന ഉണ്ടായാലും ഈ വചനം അനുസരിച്ചതിന്റെ പേരിലുണ്ടാകുന്ന വേദനയ്ക്ക് എന്താ പേര്? കർത്താവിനെ അനുസരിക്കുന്നതിന്റെ പേരിലുള്ള വേദനയുടെ പേരാണ് സുഖം. അതാണ് ശരിയായ സുഖം. അല്ലാത്ത സുഖമൊന്നും സുഖമാണ്. കർത്താവിനെ അനുസരിച്ചിട്ട് നിങ്ങൾ വേദന സഹിച്ചു. അവന് വേണ്ടി അപമാനവും കഷ്ടവും സഹിക്കുന്നെങ്കിൽ, അവനായി അന്യായമായി കഷ്ടം സഹിക്കുന്നെങ്കിൽ അത് പ്രസാദമാകുന്നു എന്നാണ് ഇതിനോട് പറഞ്ഞാണോ? 1 പത്രോസ് 1-ാം അധ്യായം ഇതാ പറയുന്നത്. ന്യായമായി കഷ്ടവും സങ്കടവും സഹിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ന്യായമായിട്ട് എത്ര സഹിക്കാറുണ്ട്? അപ്പോൾ നിങ്ങൾ നോക്ക്, തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വേറൊരു കാര്യം, നിങ്ങൾ അടിക്കുമ്പോൾ കോപിച്ചിട്ട് തല്ലരുത്. കണ്ടമാനം കോപിച്ച് തല്ലരുത്. 19-ാം വാക്യം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇച്ചിരി ദേഷ്യപ്പെട്ടൊക്കെ തല്ലാമെന്നാണോ തല്ലതെന്നാണ്? എങ്കിലും കൊല്ലാൻ ഭാവിക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ ഈ അടി ഇച്ചിരി കടന്നു പോയാൽ കുഴപ്പമുണ്ടെന്നാണോ ഇല്ലെന്നാണോ? ആ മലയാള വാക്യമൊന്ന് മനസ്സിലാക്കി. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക. ഈ വാക്യം വരുമ്പോ ഇത് വാസ്തവത്തിൽ 4 വയസ്സുകാരനെ അല്ല ഉദ്ദേശിക്കുന്നതാണോ? ചില മുഴുത്ത കുഞ്ഞിനെ, ഒരു 8 വയസ്സുകാരനെയോ 10 വയസ്സുകാരനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് അവൻ ശരിയാവുമെന്ന് ഉറപ്പുള്ളത്തോളം എന്ത് ചെയ്യാം? അല്ല. പക്ഷെ അവനെ കൊല്ലാമെന്ന് ഭാവിക്കില്ല. എന്നതിന് അർത്ഥം അറിയാം, തല്ലുമ്പോ അവൻ തിരിഞ്ഞു എന്നാ കാണിച്ചു തരാടാന്ന് പറഞ്ഞ് അവന്റെ മേൽ ചാടി വീഴുകയും ചെയ്തിട്ട് അപ്പൊ അവനെ കൊല്ലാൻ ഭാവിക്കുക. അടി നിർത്തിക്കോ. അവൻ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയോ അടിയെ എതിർക്കുകയോ ചെയ്യുന്ന അവസരം വളരെ ഗൗരവമായിട്ടാണ് നമ്മുടെ മുഖത്തോടൊക്കെ സൂക്ഷിച്ച് നോക്കുന്ന ഒരു സമയമായാൽ എന്ത് ചെയ്തോണം? അടി പരിപാടി അങ്ങനെ. പിന്നെ പ്രാർത്ഥനയാണ്. അതെ, അതുവരെ മാത്രമേ അടിക്കാൻ പറ്റൂ. അതെ, തൊലി പൊട്ടുന്നവരും കൂടെ അടിക്കാന്നുള്ള കാര്യം നമ്മൾ വായിച്ചു അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കി, തല്ലിയില്ലെങ്കിൽ 19-13 തല്ലിയില്ലെങ്കിൽ മൂഢനായ മകൻ പണ്ട് ബോഷനായിരുന്നു, ഇപ്പൊ ആരായി? തല്ലാതെ വളർത്തിക്കഴിഞ്ഞു ബോഷനാരായിട്ട് മാറും. മൂഢനാക്കും അല്ലേ? പണ്ട്
ഈ ആരാണ്ടൊരാൾ കുരങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കുരങ്ങ് സ്വതവേ എങ്ങനെ പോഷന ഒരു വികൃതിയാ അല്ലേ? കാണുന്നില്ല, മാന്തി പറിക്കുകയും കടിക്കുകയും മാന്തുകയും വലിയ പ്രശ്നം, അതിലെ ചാടി കയറുകയും മറ്റൊക്കെ ചെയ്യുന്ന ജീവി. ഇങ്ങനെ സമയത്ത് കുരങ്ങൻ എടുത്തറിയാമോ? അവിടെ വീടിനകത്ത് കളയിരുന്നു. കണ്ടുകപ്പ് കളെടുത്തങ്ങ് കുടിച്ചു. പിന്നെ പെരക്കാതെ കാണുന്നതെല്ലാം എടുത്ത് തിരിച്ചു വെക്കാനും ചോടി കയറാനും ഭയങ്കര വിഷയങ്ങളായ കോപ്പി കാണിക്കുക, ഭയങ്കര പ്രശ്നം. ഇങ്ങനെ ഇത് മര്യാദയാവുന്നൊക്കെ നോക്കി ആൾക്കാർ ഇരിക്കുക. ഇരുന്ന സമയത്താണ് അവിടെ കാണ്ടി എന്ന് വരച്ചു ഒരു കല്ലിന്റെ ഇടയിൽ ഒരു തേളൊക്കെ കഴിച്ചു. തേളെടുത്തൊരു പോക്കൻ പോയി. അങ്ങനെ പോയ വഴിക്കാണ് അതിൻ്റെ ഒരു ഭൂതവും കൂടെ കൂടി എന്ന് പറഞ്ഞല്ലേ. സ്വതവേ കൊച്ചെങ്ങനെയായിരുന്നു? പോഷനല്ല. കോവിലാ വളർത്തി വീട്ടിലെ അന്തരീക്ഷവും കണ്ടു വളർന്നു. ഇതാരായിട്ട് മാറും? വീട്ടിലെ അന്തരീക്ഷം ശരിയല്ല. വൈകിട്ടെന്താ കാണുന്നത്? കൊച്ചിന് സമാധാനമുണ്ടോ? കൊച്ചു പറയും, കൊച്ചാ ഒന്ന് മിണ്ടാതിരിക്കുക. കൊച്ചാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീട്ടിൽ ചില വീട്ടിൽ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? സ്വൈര്യമില്ലല്ലോ. ഇതാണ് വീട്ടിൽ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവന് ഈ സ്വൈര്യക്കേട് കാരണം പുറത്തെയാണ്. അവിടെ ചെല്ലുമ്പോൾ പുറത്ത് വേറെ ബാക്കിയുള്ള നടക്കുന്നു. പുസ്തകം കാണിക്കും, പടം, മൊബൈൽ. അപ്പൊ എങ്ങനെയായി കൊച്ച്? എങ്ങനെയായി? കള്ളു കുടിച്ച കൂടതി തേളും. പിന്നെ ലോകത്തിൽ വിദ്യാഭ്യാസം കിട്ടും. പലയിടത്തിലൊക്കെ പോയി എന്നതാ പഠിക്കുന്നത്? എന്തെല്ലാം തരം കൾച്ചർ ചെയ്ത് വരുന്നതാണ് അല്ലേ? ഹോസ്റ്റലിൽ ജനിച്ചതാണെങ്കിൽ ഹോസ്റ്റലിൽ വളർന്ന കുറച്ച് കൂട്ടുകാരൻ അപ്പനെ അമ്മയെ കണ്ടിട്ടില്ല. എവിടെയാ? സ്കൈപ്പിൽ കാണാം. അപ്പനെ അമ്മയെ കൊച്ചുകാണുന്നത് എങ്ങനെയാണ്? സ്കൈപ്പിൽ മണ്ണാങ്കട്ട. ഇങ്ങനെയാണ് എന്റെ അപ്പനും ഉപയോഗിക്കുന്നത്. അമ്മച്ചി എണ്ണീറ്റ് ചെയ്യാൻ വല്യമ്മച്ചിയാണ്. കൊച്ചിനെ വളർത്തുന്നാരാ? വല്യമ്മച്ചിയാണ്. ഇങ്ങനെ വളർത്തി മുരണ്ട് കിടക്കുന്ന ഭൂതം കണക്കുള്ള പിള്ളേർ അവിടെ ഇരുന്ന് കൂട്ടം. ഇതെങ്ങനെ ഇരിക്കും? പിന്നെ വേലയാടാനും മതിൽ പൊളിക്കാനും അല്ലേ, ഗവൺമെന്റിനെ സമ്പാദിക്കാനും സിനിമയ്ക്ക് പോകാനും മയക്കുമരുന്ന് കുത്താനും ഒക്കെ ആയിട്ട് നേരും എങ്ങനെയായി? ആ കുറഞ്ഞു പോയാൽ അങ്ങ് വാല് മാത്രം കാണാം, സൂക്ഷിച്ചു നോക്കിയ അങ്ങ് പോകും പിള്ളേർ. അതുകൊണ്ട് മൂടൻ ആരായിട്ട് മാറും? ഒടുക്കം പോഷൻ ആരായിട്ട് മാറും? മൂഢൻ. എന്നിട്ട് ആ വാക്കിന്റെ അർത്ഥം നിർഭാഗ്യം എന്നുള്ള വാക്ക് നിങ്ങൾ നോക്കിയോ, കലാമിറ്റി എന്നാണ്. കലാമിറ്റി എന്ന് പറയുന്നതാണ് കലാമിറ്റി, ദുരന്തം അല്ലെ? പണ്ട് ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് നാഷണൽ കലാമിറ്റി എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചാണ് അതിന്റെ വാക്ക് കാര്യങ്ങൾ. നാഷണൽ കലാമിറ്റി, ദേശീയ ദുരന്തം. അപ്പൊ നമ്മുടെ കുഞ്ഞാരായിട്ട് മാറും ദേശീയ ദുരന്തം. നമുക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്ന പിന്നാൽക്ക. ഇവൻ ചെല്ലുന്നിടത്തെല്ലാം ഇവൻ നാശം വിതയ്ക്കും, ഇവൻ ശാപം വിതയ്ക്കും, ഇവൻ ലോകത്തിന് തന്നെ ഒരു ഭാരയായിട്ട് മാറും. പക്ഷെ നന്നായി പറഞ്ഞ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? അബ്രഹാമിനെ വിളിച്ചപ്പോ പറഞ്ഞു, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കുന്നേന്ന് പറഞ്ഞു. അബ്രഹാമെ, നിന്റെ കുഞ്ഞിനെ നീ അനുഗ്രഹമൊക്കെ ആയിരിക്കും, നിന്റെ കുഞ്ഞിനെ ഇതുപോലെ വളർത്തിയില്ല എങ്കിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ സന്തതി ആരായിട്ട് മാറും? ലോകത്തിനൊരു ശാപമായിട്ട് മാറും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീടിന്റെ അടുത്ത് കിട്ടിയത് കണ്ട് വളരെ എനിക്ക് ദൈവം മുന്നേ കാണിച്ചത്. പിള്ളേരെ വളർത്തിന് വേണ്ടി ഇനി ശുശ്രൂഷിച്ചതിനും വേണ്ടിയല്ല, പ്രസംഗിച്ചതിനും വേണ്ടിയല്ല, മിനിസ്റ്റർ ചെയ്തതിനും വേണ്ടിയല്ല, കുഞ്ഞുങ്ങളെ വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം. എത്രത്തോളം വിജയിച്ചു എനിക്കറിയില്ല. നല്ല പരുവത്തിൽ ആ 14 വയസ്സൊക്കെ ആയി എന്റെ മൂത്തമാൻ നിൽക്കുക. ഞാൻ എന്റെ വീടിന്റെ അടുത്തൊരു വീട്ടുകാരെ എന്നെ കാണിച്ചത് അവിടെ. ഞാൻ അവിടെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നടക്കട്ടെ, അവിടെ കൊച്ചുണ്ടായപ്പോ ആ തള്ള നിലം തൊടിക്കരുത്. ഇത് ലോകത്ത് ആർക്കാണ്ട് ആദ്യമായിട്ട് ആൺകുഞ്ഞുണ്ടായതാണ്. പിള്ളേരില്ല എന്തെല്ലാം പേരാ. ഏതായിരുന്നു പേര്? ഞങ്ങൾ ചോദിക്കുന്നത് ഏതായിരുന്നു പേര്? അന്ന് കിട്ടാവുന്ന പേരല്ല. 2 ലക്ഷം കൂടെ ജിജി ഗുജി ജുജു ജുജു ബിജു ബിജു എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് എല്ലാം കൂടെ പേര് ഒന്നും അറിയുന്നില്ല. ഇപ്പൊ അവിടെ നാട്ടുകാർ ശരിക്കുള്ള പേരിട്ടുണ്ട്. ഇപ്പൊ ഒരു പേരേ ഉള്ളൂ. അമ്മയൊരു 9,000 പേരിട്ടു. പക്ഷെ ഇപ്പൊ ഒരു പേരല്ല അറിയപ്പെടുന്നത്. കള്ളൻ. കാരണം എന്താണ്? മോഷണ പരിപാടി. 7 അടി പൊക്കം, കണ്ടാ പിടിഞ്ഞു, കറുത്തിരുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ കയറി വരുമ്പോഴത്തേനും വീടിനകത്ത് അപ്പൻ എവിടെയാലും മൂലം പോയി. അപ്പൻ ഇത്രയും പൊക്കമുണ്ട്, ഇയാൾക്ക് എങ്ങനെ 7 അടി പോകാനുണ്ടായിരുന്നില്ല.
പക്ഷെ ഏതായാലും ഇവനെ കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയാ. നമ്മൾ ഈ ദൈവവിശ്വാസിയായി പോയോണ്ട് നമ്മൾ രക്ഷപ്പെടുക, അല്ലെ നമ്മളും പേടിച്ചു പോകും. ഇവരങ്ങനെ അതിലേ പോകുമ്പോ എന്റെ ഭാര്യ പറയും, അവൻ പോകുന്നുണ്ട്, അവനിപ്പോ ഈ റൂട്ടെ നടക്കുന്നുണ്ട്, ഇന്ന് വൈകിട്ടെങ്കിലും പോകണ്ട. കാരണം എന്താ, അവൻ അതിലേ പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ ഭക്തന്മാർ പോകുന്നത് കാണുമ്പോൾ ആളുകൾ നിലവിളിക്കുന്നതാണ്. ഒരു വിശുദ്ധൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാപബോധം ഉണ്ടാകുന്നതാണ് ദൈവം അനുഗ്രഹത്തിനെ കുറിച്ച് പറയുന്നത്. ഇത് ശാപമാണ്. ഏതായാലും കൊള്ളാം, ഈ മകൻ വരുന്നത് പേടി. വേറൊരു വരവുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ബൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് പോലീസുകാർ വരും. വന്നങ്ങോട്ട് കഴിഞ്ഞേച്ച് വാതിലങ്ങോട്ട് തള്ളി തുറന്ന് എവിടെ അവനാ ചോദിക്കുന്നത്, ആരോടാ ചോദിക്കുന്നത്? അത് ഉടനെ പഠിച്ചായിരുന്നു. പോഷനായി വളർന്ന മകൻ അമ്മയ്ക്ക് ലജ്ജ ലജ്ജ വരുത്തുന്നു. നോക്ക 29-15 വാക്യം നോക്കി. പോഷനായി വളർന്ന കുഞ്ഞ് എന്ത് പറ്റും? കൊടുക്കുവാൻ അമ്മയ്ക്ക് ലജ്ജ വരുത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്നിഷ്ടത്തിന് വളർത്തിയ ബാലൻ എന്ത് ചെയ്യും? പക്ഷെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ വൃദ്ധനായാലും മാറും. അവനെ എന്താ അഭ്യസിപ്പിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത്? നമ്മളാ തീരുമാനിക്കുന്നത്. നമ്മുടെ വിശ്വാസം ഇമ്പാർട്ട് ചെയ്യും. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ലോകം മുഴുവൻ കീഴടക്കുക, കർത്താവിന് വേണ്ടിയിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കാൻ തക്കോണം അവനെ ട്രെയിൻ. നമ്മൾ ഈ പടയാളികളെ ട്രെയിൻ ചെയ്യുമ്പോൾ ദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെ, BSFന്റെ ഒക്കെ ഭടന്മാരൊക്കെ അറിയാം, കാശ്മീരിന്റെ ഒക്കെ സൈഡിൽ പോയി എന്താവും ചെയ്യുന്നത്. അവര് എന്നും അവർക്ക് യുദ്ധമാണ്, അല്ലാത്തവരെ സൂചിപ്പിക്കുന്ന സമയത്ത് അവർക്ക് യുദ്ധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വാസ്തവത്തിൽ BSF ജവാന്മാരാണ് അല്ലെ. നമ്മൾ അതിർത്തിക്കാണ്. കാരണം എപ്പോഴും അതിര് കിടന്ന് വെടിവെക്കുന്ന സൈന്യം ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ലോകത്തെ ഇരുട്ടിൽ ഇരുട്ടിലേക്ക് നയിക്കുവാനായി സാത്താനോവിന്റെ സൈന്യങ്ങൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കുണ്ടായി. ഇത് തടയണം എന്നുള്ളത് ദൈവത്തിന്റെ പരമമായ ആഗ്രഹമാണ്. 30-ാം സദൃശവാക്യം 30-17 പറയുന്നു, ഇങ്ങനെ ദോഷത്തോടെ മൂടനായ, ആദ്യം പോഷനായിരുന്നു, പിന്നീട് മൂടനായി കഴിഞ്ഞവൻ ആരായിട്ട് തീരും? അവൻ ലോകത്തിന് കുഴപ്പമായി കഴിയുന്ന സമയത്ത് തന്നെ സംഭവിക്കും. 30-17 വാക്യം എന്താ സംഭവിക്കുന്നത്? അപ്പൊ എന്താണ് ചെയ്യുന്നത്? അതിന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യും? തോട്ടലിയത്തെ കാക്ക കുത്തിപ്പറിക്കുകയും കടൽ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്നു. പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? തോന്നിയാസം വളർന്ന കുഞ്ഞുങ്ങൾ ആരായി തീരും? അനാഥപ്രേതമാവും. പോലീസ് അവനെ ഒരുപക്ഷെ വെടിവെച്ച് അല്ലെങ്കിൽ കൊട്ടേഷൻ സംഘത്തിൽ തന്നെ ഏർന്നിട്ട് എന്ത് ചെയ്യും? ആരെയും ഏതൊരു കൊട്ടേഷൻ ടീമിന്റെ വെട്ടേറ്റ് എന്നല്ലേ അതിന്റെ അർത്ഥം. ഇന്നിപ്പോ പറയാൻ എളുപ്പമാണ്. ഇന്നും പിള്ളേരൊക്കെ ഒരു 15-16 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസമൊന്നും പിള്ളേരുടെ പരിപാടി എന്താണ് ഇപ്പൊ നാട്ടില്? കൊട്ടേഷനാ. എത്രയോ കൊട്ടേഷനല്ലേ. പേരൊക്കെ എന്നാലും പേരാ അല്ലേ? ഭയങ്കര പേടിപ്പിക്കുന്ന പേരുകളൊക്കെയാണ്. കൊടി സുനി, വെട്ടുവാസു, കൃപാണി മനോജ്, എന്തെല്ലാം പേരിലറിയുന്നു അല്ലേ? കർത്താവിന്റെ വളർത്താൻ വന്ന കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എങ്ങനെയായി? ലോകം ഓരോ പേരങ്ങ് ചാർത്തി അവിടെ അവസാനിപ്പിച്ചു. പക്ഷെ അടിച്ചു വളർത്തിയ നമുക്ക് നോക്കാം. അടിച്ചു വളർത്തിയ 3-ാമത്തെ പേര് കയ്യിലുള്ളൂ. ഇപ്പൊ പുതിയതായിട്ട് അതിനകത്ത് അടിച്ചു വളർത്തിയ അത്ര കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് അടിച്ചു വളർത്തിയ 4 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞ് ഞാനത് കൺക്ലൂഡ് ചെയ്തോളാം. ഇനിയിപ്പോ നമുക്ക് തീർക്കാൻ ഒരിക്കലും പറ്റില്ല. പുതിയതായിട്ടുള്ള ആളുകളുണ്ടല്ലോ, നമ്മൾ അവരെ കൂടുതൽ ആളുകളെ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ആദ്യ ഭാഗം. ഇനി 2ാമത്തെ വേർഷൻ 3ാമത്തെ വേർഷൻ വളരെ ഡെപ്തായിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഒരു ദിവസം കൂടി കഷ്ടപ്പെട്ടാൽ നമുക്ക് ആ കാര്യം ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അടിച്ചു വളർത്തിയാൽ എന്ത് ചെയ്യും? നമുക്ക് എഫേസ്യർ 6:2 നിങ്ങൾ കിട്ടിയോ? പേപ്പർ കിട്ടിയോ? എന്താണ് വാഗ്ദത്തമാണ്? നീ ദീർഘായുസോട്ടിരിക്കും, നിനക്ക് നന്മ ഉണ്ടാവും. അടിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ. അതുപോലെ നമ്മുടെ വാക്കിന് എന്ത് കിട്ടും? നമ്മൾ ഈ അടിച്ചു വളർന്ന കുഞ്ഞുങ്ങളോട് പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ മതി. പോലെ അത് ചെയ്യുന്ന പറഞ്ഞാൽ പിന്നെ അതിനകത്ത് നടക്കും. അപ്പോൾ അവരുടെ റിബല്യൻ തീർന്നു കഴിഞ്ഞാൽ എന്ത് പറ്റി? അവര് പിന്നീട് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥയിലേക്ക്. യിരെമ്യാ പ്രവചനം 31-18-19 വാക്ക്.
നീ എന്നെ ശിക്ഷിച്ചു. മറക്കുകയില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിനെ എന്നെ മടക്കി വരുത്തേണമേ. നീ എന്റെ ദൈവമായ യഹോവയല്ലോ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേ അടിച്ച് നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു. മനസ്സിലായോ? ഈ അടിയേറ്റ കുഞ്ഞെങ്ങനെയാക്കി ഇബ്രാഹിമിനെ പോലെയായി എന്ത് ചെയ്തു? അടിയും ശിക്ഷയും എന്നെയാക്കി. ഞാൻ എന്റെ പാവത്തെ കുറിച്ച് ലജ്ജിച്ചും മരുക്കമുള്ള കാളക്കുട്ടിയെ പോലെ ആയും ഇരിക്കുന്നു. ദൈവത്തിന് കൊള്ളാവുന്ന അടി അടിച്ചു നിൽക്കും എന്നുള്ളതാണ് വാഗ്ദത്തം. റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഒന്നും നിങ്ങൾ വായിക്കണ്ട. അധികാരങ്ങൾക്ക് കീഴടങ്ങും. കർത്താവ് നിമിത്തം സകല മാനുഷികാധികാരങ്ങൾക്കും കീഴടങ്ങാമെന്നാണ് റോമർ 11 എന്ന് പറയുന്നത്. നിങ്ങൾ അടിച്ച് വടികൊണ്ടവനെ അധികാരത്തിന് കീഴ്പ്പെടുത്തി. പിന്നീട് അവൻ സകല മാനുഷികാധികാരം എന്ത് ചെയ്യും? അവൻ റോഡിന്റെ വലതുവശൂടെ മാത്രമേ നടത്തുള്ളൂ. നിസാര കാര്യങ്ങൾ വണ്ടിയിലെത്താൻ അവൻ ബെൽറ്റിടും. ഏത് ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്ന കുഞ്ഞായിട്ട് നമ്മുടെ കുഞ്ഞ് നീന് യാതൊരു വിധമായ സംശയവും വേണ്ട. യേശുവിനെ പോലെയാവും. അതേ, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കാരണം താൻ അനുഭവിച്ച കഷ്ടം, യേശു കഷ്ടം അനുഭവിച്ചില്ലേ? ഈ കുഞ്ഞിന് ഈ 3 വയസ്സ് വരെ ആ നിലയിലുള്ള ഈ അടി അതിന്റെ ഒരു കഷ്ടമാണ്. ദോഷത്തെ തൂത്തുവാരുക ഒരു സർജറിയാണ്. ദോഷം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുക. അത് വേദന മാറും, മുറിവ് കരിയും. കരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ക്യാൻസർ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു മുടയുണ്ട് വയറ്റിനകത്ത്. എന്നാ ചെയ്യുന്നത്? അത് വെച്ചോണ്ടിരിക്കും. നമ്മൾ വലിയ സർജറി ചെയ്ത് ആ സർജറി എന്ന് ഓർത്ത് നമ്മുടെ നല്ല സുന്ദരമായ ശരീരം കത്തിക്ക് ബ്ലേഡിന് വരഞ്ഞ് കീറി വലിച്ചു പിടിച്ച് എന്ത് ചെയ്യും? ആ മുടയിരിക്കുന്ന ഭാഗം പൊക്കിയെടുത്ത് അതിന് സർജറി കണ്ടിട്ടുണ്ടോ? നേഴ്സുമാർക്കറിയാം. അല്ലാതെ കണ്ടിട്ടുണ്ടോ? എന്താ ചെയ്യുന്നത്? ആ പീസ് കട്ട് ചെയ്ത് കൃത്യമായിട്ട് കട്ട് ചെയ്ത് അതിനു ചോര വരും. അതുകൂടെ വടിച്ച് പഞ്ഞിയെല്ലാം കണ്ടിട്ടുണ്ടോ? ചുമന്ന് കട്ടയായിട്ടിരിക്കും. എല്ലാം മാറ്റി 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 കട്ട് ചെയ്ത് എത്രയോ സമയം 2 മണിക്കൂറോ 1.5 മണിക്കൂറിനൊക്കെ സർജറി നടത്തും. നല്ലൊരു കാര്യമാണ്. നിങ്ങൾ വിചാരിക്കുക, ഇന്നാണ് ഇപ്പോൾ അനസ്തേഷ്യ ഉള്ളത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു 15-ാം നൂറ്റാണ്ടിലൊന്നും അനസ്തേഷ്യ കണ്ടുപിടിച്ചിട്ടില്ല. ആ സമയത്ത് എന്താ ചെയ്യുന്നറിയാം? ഒരു സർജറി വന്നാൽ ഇയാളെ പച്ചയ്ക്ക് പിടിച്ചു കെട്ടി വന്നു. പിന്നെ അല്പം ഹിപ്നോട്ടിസ് കൊടുക്കുമായിരുന്ന കാരണം ഉറങ്ങുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇത് കീറി മുറിച്ച് അറുത്ത് മാറ്റിയെടുക്കുമായിരുന്നു. പക്ഷെ അന്നേരവും ബുദ്ധിയുള്ളവരാണ് എതിർക്കുന്നത്. കാരണം എന്താണ്? ഈ മുഴയെ വിഴുന്നാൽ എന്ത് ചെയ്യും? ഇതാണ് ശ്രദ്ധ. മരണം, വേദന ആവശ്യമാണ്. കുഞ്ഞിനെ വേദനിപ്പിക്കുക. പക്ഷെ കുഞ്ഞ് മധുരമുള്ള കുഞ്ഞായിട്ട് സ്വീറ്റ് ആയിട്ട് നിങ്ങൾക്കറിയാവോ ഒടുക്കം ഈ കുഞ്ഞ് പറയും, നിങ്ങൾ എന്നെ ശിക്ഷിച്ചു, നിങ്ങളെന്നെ ശിക്ഷിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു യുവാവിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച സമയത്ത് അവരുടെ ആഗ്രഹം ചോദിച്ചു. ഇത്രേ പറഞ്ഞു, എന്റെ അമ്മയെ കാണും. അവസാനം ആഗ്രഹം കഴിഞ്ഞാൽ എന്റെ കയറുന്നുണ്ട്, എന്റെ അമ്മയെ കാണുന്നു. അവസാനം കുഞ്ഞിനെ കാണാണ്ട് അമ്മ ഓടി കേസ് വന്നു. എന്റെ മോനെ, എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് ആശ്രയിച്ച് നമ്മൾ വിളിച്ചു. മോൻ ആശ്രയിക്കുന്നില്ല, അങ്ങനെ കടിച്ചു പറഞ്ഞു. തള്ള നീ എന്നെ ഈ പരുവത്തിലാക്കിയിട്ട് മോനെന്ന് വിളിക്കുന്നു. അമ്മ കെട്ടിപ്പിടിച്ചു. മോനം ചെയ്തു, മോൻ കഴിച്ചൊക്കെ പറിച്ചു. ആയ കാരണം അന്ന് ഈ പയ്യൻ പറഞ്ഞത് കാന്താരങ്ങള് പറിച്ചുകൊണ്ട് കൊടുക്കും. അമ്മ സമ്മതി ഏറ്റു കൊടുക്കും. വല്ലവരെയും പറഞ്ഞ് വീട് കിടക്കുന്ന തേങ്ങ വലിയ പാപമൊന്നും അല്ല, പൊഴിഞ്ഞെടുക്കാവുന്ന ന്യായപ്രമാണം പോലും പറഞ്ഞു. പക്ഷേ മോശമാണ്. അതന്ന് ഇവിടുത്തെ ഇറക്കിയ പൊഴിഞ്ഞെടുക്കുന്നത് നമുക്കുള്ളതാണോ? ഇതെല്ലാം പൊഴിഞ്ഞെടുക്കുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് ഇന്ന് എന്ത് സാധനമാണ് പൊഴിഞ്ഞെടുക്കുന്നത്? അപ്പം ചെറുക്കൻ പൊഴിഞ്ഞ തേങ്ങ കൊണ്ടുവരും. അമ്മ എന്ത് ചെയ്യും? പൊട്ടിച്ച് കീറി ചുട്ട് ചമ്മന്തി അരച്ചു കൊടുക്കും. എത്ര ടേസ്റ്റ് അല്ലേ? ചുട്ട് ചമ്മന്തി അരച്ചു കൊടുക്കും. അത് കുട്ടി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ചമ്മന്തി കൂടെ അടുത്ത് കഴിയുമ്പോൾ ചെറുക്കന്നെ അടുത്തു. അടുത്ത വീട്ടിൽ നല്ല കോഴിപ്പൂവ് നിൽക്കുന്നു. വീട്ടിൽ പോയി കോഴിക്കോട് വന്ന് രാത്രിയായപ്പോൾ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഒടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അമ്മ നല്ല ഒന്നാന്തരമായിട്ട് വാർത്തരച്ച് കറി വെച്ച് ഈ പണി കൊള്ളാതെ അമ്മയ്ക്ക് മനസ്സിലായി, മോന് മനസ്സിലായി. ഇങ്ങനെ അങ്ങോട്ട് പോയി കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റി? ഇത് പോരാ, ഇതിനെ കഴിഞ്ഞ് കൂടിയ സാധനം വേണം. ചില കള്ളു പിടിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ വേറെ വല്ലതും വേണം. അതിന് പോയി കൊടുത്തു. ഇത് കൊലപാതകത്തിൽ കലാശിച്ചു. ചെറുക്കനെ പോലീസ് വിളിച്ചു, വിസ്തരിച്ചു. പോയി കൊല്ലാൻ അമ്മയെ കാണാനായിട്ട് ആഗ്രഹം. ചെറുക്കന്റെ മനസ്സ് മരണത്തിന്റെ മുന്നിൽ കയറുമെന്ന് കണ്ടപ്പോൾ ചെറുക്കന്റെ മനസ്സങ്ങോട്ട് കാഞ്ഞു. കുറെ വർഷങ്ങളുടെ പുറകോട്ട് ആദ്യമായി കാന്താരികള് അന്യന്റെ വർണ്ണനെ വരച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അന്ന് ആ കാന്താരികളുമായി പറിച്ച വീട്ടിൽ കൊണ്ട് കൊടുത്ത് അടിച്ചിരുന്നെങ്കിൽ എന്താ പോലെ എനിക്കറിയാം. എന്റെ അനുഭവം, എന്റെ അമ്മ, ഞാൻ ചെറുപ്പത്തിൽ ഒരു പെൻസിൽ കൊണ്ടോ കൂട്ടുകാരന്റെ ആയിരുന്നു, അതെടുത്തുകൊണ്ട് വീട്ടു.
ഞാൻ പെൻസിൽ എഴുതിയത് കാരണം എനിക്ക് ഒത്തിരി പെൻസിൽ അമ്മയ്ക്ക് അറിയാം, ഒരു പെൻസിലേ ഉള്ളൂ. ഞാൻ പുതിയ പെൻസിൽ എഴുതുന്നത് എഴുതുന്ന ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു, കൂട്ടുകാരൻ തന്നതാന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ അമ്മ ഡ്രസ്സ് മാറി എന്നെ കൊണ്ട് ആ പെൻസിലുമായിട്ട് 1 കിലോമീറ്റർ ദൂരം നടന്ന് ആ വീട്ടിൽ കിട്ടും. ഓരോ പെൻസിൽ വന്ന് ഫോണൊന്നുമില്ല, എന്ത് അത് പറ്റും. പെൻസിൽ എടുത്താണോ ചോദിച്ചു, കൊടുത്താണോ ചോദിച്ചു. അയ്യോ, എന്റെ പെൻസിൽ ഞാൻ നോക്കി നടക്കുമായിരുന്നു. അന്ന് മനസ്സിലാവുന്നത് അവന് 10 മനസ്സിലായിരുന്നു. ഞാൻ 10 മനസ്സിലായിട്ട് എടുത്തത്. ആ പെൻസിൽ കൂടെ ആ ചെറുക്കനകത്തോട്ട് ഓടി. ഉടനെ ആ ചെറുക്കൻ്റെ അമ്മ എന്ന് പറഞ്ഞു, എന്റെ ചേട്ടത്തി അതിനൊന്നും പോകണ്ടോ, കൊച്ചുങ്ങളല്ലേ എന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ആദ്യം കണ്ട കമ്മ്യൂണിസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ കാർഡ് വെച്ചു. അടി അങ്ങോട്ട് തുടങ്ങിയിട്ട് വീട് വരെ എന്നെ അടിച്ചു. വീട് വരെ ഈ അടി കൊണ്ട് അന്ന് ഞാനൊരു പാഠം തീരുമാനിച്ചു, വേറെ നല്ല സാധനം എടുക്കണം. ഇന്ന് ഒരു സാധനം കാണുമ്പം ആഗ്രഹം തോന്നുമ്പോഴേ എന്റെ മനസ്സിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് കാർഡ്. ഇവിടെ വരെ ഓർമ്മ നിലനിൽക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് കാർഡിന് അത്രയും പവർ ഉണ്ടെങ്കിൽ ഒരു ചൂരലിനോ. ദൈവം നിങ്ങളെ സഹായിക്കുന്ന സമയം കടന്നുപോയി. നിങ്ങൾ ഒരു ക്ലാസ് കൂടെ എല്ലാവരും നടന്നു ഞാൻ അപേക്ഷിക്കുന്നു. എന്നാലേ നമുക്ക് പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. എനിക്ക് പുതിയ സെഷനിലേക്ക് കിടക്കാൻ പറ്റും. നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് പ്രായോഗിക വശങ്ങളാണ്. നിങ്ങൾ വളരെ ഗൗരവമുള്ള വശങ്ങളാണ്. കഴിയുന്നിടത്തോളം നിങ്ങൾ വില കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും.